എല്ലാവരെയും പറ്റിക്കാൻ വേണ്ടി നമ്മുടെ മെയിൻ ആങ്കറായ മിസ്റ്റർ ജഗദീഷിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. Yes, he is the only one most dramatic, cute and charming, most tolerant. Mr. Jagdish, please come on to the stage. ഒരുപാട് താരങ്ങളെ മിനി സ്ക്രീനിൽ നിന്നും വെള്ളിത്തിരയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ കർമ്മം. അതുകൊണ്ട് തന്നെ ദി മാർവലസ് ദി മോസ്റ്റ് ഷോ മിനുങ്ങും താരം എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും ഹാർദവമായ സ്വാഗതം. കൊക്കും പൂഞ്ചിറകുമൊക്കും കാത്തുകിളി ഒക്കും എൻ്റെ ഉള്ളം പ്രിയ ചാരുതേ വരു ചാരുണീ. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞു എപ്പിസോഡുകളായി എൻ്റെ പാട്ടുകൾ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് മിമിക്രി താരങ്ങളല്ല എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മൾ ആരാധിക്കുന്ന ആ താരങ്ങൾ അതെ, രാഷ്ട്രീയ താരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. ആദ്യമായി വരുന്നു അന്തപ്പൻ ചേർത്തല. താങ്ക് യു സാർ, താങ്ക് യു. എന്തെങ്കിലും ഒന്ന്, കുറച്ച് നേരമേ ഉള്ളൂ. പ്രിയപ്പെട്ട അമ്മമാര്, പെങ്ങന്മാര്, ചേട്ടന്മാര്, കൊച്ചു കുറ്റികളി, നിങ്ങൾക്കേവർക്കും അല്പം വൈകിട്ടാണെങ്കിലും ഈ AK അന്തപ്പൻ്റെ പുതുവത്സരാശംസകൾ. നല്ലൊരു കയ്യടി നമുക്ക് കൊടുക്കാം. അന്തപ്പൻ സാറിന് നല്ലൊരു കയ്യടി തന്നെ കൊടുക്കാം. സാർ, പുതിയ ഒരു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം സ്വമേധയ രാജിവെച്ച് എനിക്ക് സത്യം പറയാമല്ലോ, ഇപ്പം കിട്ടിയിരിക്കുന്ന വകുപ്പ് വളരെ പൈശാചികവും വളരെ മൃഗീയവുമായ ഒരു വകുപ്പാണ്. അതായത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പ്രശസ്തനായത് ചാരായം എന്ന മദ്യനിരോധനം നടപ്പിലാക്കിയതിലൂടെയാണ്. അപ്പോൾ ഈ കേന്ദ്ര പ്രതിരോധ വകുപ്പ് സ്ഥാനം എങ്ങനെ പ്രശസ്തമാക്കണമെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി, നമ്മുടെ എല്ലാ പട്ടാളക്കാർക്കും കൊടുക്കുന്ന മറ്റേ കോട്ടയുണ്ടല്ലോ, കുപ്പി, അതങ്ങ് നിർത്തിയാലോ എന്ന് ഞാൻ ആലോചിച്ചതും ഈ പട്ടാളക്കാർ മുഴുവനും തോക്കെൻ്റെ തലയ്ക്ക് നേരെ ചൂണ്ടിയിരിക്കുകയാണ്. പക്ഷേ അതുകൊണ്ടൊന്നും ഞാൻ അനങ്ങില്ല. കാരണം കേരളത്തിൽ ലീഡറുടെയും മകൻ്റെയും പീഡനം വെച്ച് നോക്കുമ്പോൾ ഈ തോക്ക് എനിക്കൊരു പുല്ലുമല്ല. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. മറ്റൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ്. പ്രതിരോധ മന്ത്രി ആയല്ലോ, പെട്ടെന്ന് ഒരു യുദ്ധം വന്നു എന്ന് സങ്കല്പിക്കുക. സാർ ഓടരുത്, ഞാൻ സങ്കല്പിക്കാനേ പറഞ്ഞുള്ളൂ. യുദ്ധം വന്നു എന്ന് സങ്കല്പിക്കുക. പാകിസ്ഥാൻ ഒരു സ്കഡ് മിസൈൽ അയക്കുന്നു. അപ്പോൾ സാർ എന്ത് ചെയ്യും? ഞാനും അയക്കും. ചൈന ഒരു പേട്രിയറ്റ് മിസൈൽ അയക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യും? ഞാനും അയക്കും. ജപ്പാൻ ഒരു അരിസോണ മിസൈൽ അയക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യും? ഞാനും അയക്കും. അല്ല, കുറെ നേരമായി പറയുന്നു ഞാൻ അയക്കുമെന്ന്. സത്യത്തിൽ എന്താണ് അയക്കുന്നത്? ഞാൻ നീട്ടിപ്പിടിച്ചൊരു രാജിക്കത്തെഴുതി നേരെ ഡൽഹിക്ക് അയച്ചു കൊടുക്കും. താങ്ക് യു സാർ. മത്സരിക്കാം. അടുത്തതായി ഈ വേദിയിലേക്ക് വരുന്നത് മറ്റാരുമല്ല, തൊമ്മൻചാണ്ടി പുൽപ്പള്ളി. ഭയങ്കര സ്പീഡാണ്. പറഞ്ഞു. എന്താ സാർ സ്പീഡ് പോയി? അതെ, എല്ലാവർക്കും എന്താ പരിപാടി ഇവിടെ?
പാലാ ഫെസ്റ്റ്. പാലാ ഫെസ്റ്റിലേക്ക് ഹാർദമായ സ്വാഗതം, നന്ദി, നമസ്കാരം. അല്ല സാർ, അങ്ങനെ ഒരു നമസ്കാരം പറഞ്ഞു പോകരുത്. പിന്നെ? സാറിനെ കുറിച്ച് ഒരു ചെറിയൊരു കംപ്ലൈന്റ് ആണ്. ഈ എന്തോ സുനാമി ഫണ്ട് എന്തോ വകമാറ്റി ചെലവാക്കി. അല്ല, അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അതെ, ഈ സുനാമി ആരെല്ലാം എന്താണെന്ന് തന്നെ പറഞ്ഞാലും ഈ സുനാമി ഫണ്ട് ചെയ്ത് ഒരു ചില്ലിക്കാശ് ഞാൻ വകമാറ്റി ചെലവാക്കിയിട്ടില്ല. പിന്നെ ഈ വീട് വെച്ച് കൊടുത്തു എവിടെ? അതിനെ കുറിച്ച് അറിയണമെങ്കിൽ ഈ ചെറായി കടപ്പുറത്തും ആലപ്പുഴ കടപ്പുറത്തും പോയി നോക്കിയാൽ ഒരു ചെറിയ വീട്, അവിടെ ഇവിടെ ഇവിടെ അവിടെ ഇവിടെ ഇവിടെ ഒരു കുഞ്ഞു വീടുകളെ എല്ലാവരും വെച്ചു കൊടുത്തേ. അതിൽ കൂടുതൽ എനിക്ക് സംസാരിക്കാനില്ല. നന്ദി, നമസ്കാരം. ഒരു വീട് വെച്ച് കൊടുത്തു. താങ്ക് യു, താങ്ക് യു ഒറ്റ വീട്. താങ്ക് യു സാർ. അടുത്തതായി ഈ വേദിയിലേക്ക് വരുന്നത് മറ്റാരുമല്ല, നമ്മുടെ ആദർശധീരനായ മുഖ്യമന്ത്രി അച്ചുമാമൻ മാരാരിക്കുളം. ഒന്ന് പൊക്കി വെച്ചോളൂ. പ്രിയമുള്ള പല സഖാക്കൾക്ക് നട്ടെല്ലിന്റെ സ്ഥാനത്തിൽ ഒരുക്കുള്ള ഈ സഖാവിന്റെ പുതുവത്സരാശംസകൾ. താങ്ക് യു സാർ, താങ്ക് യു, താങ്ക് യു വെരി മച്ച്. ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എടോ, കൊട്ടും കുറവുമായിട്ട് ആനപ്പുറത്തു വന്ന ഞാൻ ഇപ്പോ വെറും പാനപ്പാപ്പനായി മാറിയില്ലേ? അല്ല സാർ, മറ്റൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ്. അങ്ങ് ഭരണത്തിൽ കയറി വന്നപ്പോ അങ്ങ് പറഞ്ഞു പീഡനത്തിലെ പ്രതിയെ പിടിക്കുന്നു പറഞ്ഞു. എന്നിട്ട് ഇതുവരെ പിടിച്ചില്ല. എന്റെ പൊന്നു ജഗദീഷേ, ഈ പീഡനം എന്റെ വകുപ്പല്ല. എന്നാ പിന്നെ സ്വാശ്രയ കോളേജിന്റെ പേരിൽ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നു. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ സ്വാശ്രയം എന്റെ വകുപ്പല്ല. അപ്പൊ ഈ പോലീസ് വകുപ്പിലെ അഴിമതി ആഭ്യന്തരം എന്റെ വകുപ്പല്ലടോ. അപ്പൊ പിന്നെ സത്യത്തിൽ എന്താ വകുപ്പ്? അത് തന്നെയാണ് ജഗദീഷേ ഞാനും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താ എന്റെ വകുപ്പ്? ജഗദീഷേ, പറയൂ. വകുപ്പുണ്ടോ? ഉണ്ട്. ഉണ്ട്. വകുപ്പുണ്ടില്ലേ? ഉണ്ടില്ല. അല്ല സാർ, ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ മാറ്റി വെക്കാൻ വേണ്ടിയിട്ട്, മറക്കാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ നിയമങ്ങൾ ഇവിടെ ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും പുതിയതായി ഒരു മുണ്ട് നിയമം, സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ശനിയാഴ്ചകളിൽ മുണ്ടെടുക്കണം എന്നൊരു നിയമം കൊണ്ടുവന്നിരിക്കുകയാണ്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ ശനിയാഴ്ചകളിലും ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ പാൻറ്റും സ്ത്രീകൾ മുണ്ടും നേരിയത് കൊടുക്കണം എന്നുള്ള നിയമം ഞാൻ പ്രാബല്യത്തിൽ കൊണ്ടുവന്നില്ലേ? പാന്റ് അല്ലല്ലോ, മുണ്ടല്ലാക്കിയത്. മുണ്ട്. അതിനെക്കുറിച്ച് ചിലവർക്കൊക്കെ ക്രമക്കേടുകൾ പറ്റാം. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ മുണ്ടെടുക്കുന്നതിന്റെ എന്താണ് ഗുണം? എടോ, താനൊന്ന് ആലോചിച്ചു നോക്ക്. കേരള ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ പാൻറ് ഇട്ടുകൊണ്ട് വന്നാൽ ഉള്ള ക്രമക്കേടുകൾ ഞാൻ പറഞ്ഞു തരാം. പറയൂ. അവർക്ക് ഒന്നിന് പോകണമെങ്കിലോ, ഇനിയല്ല രണ്ടിന് പോകണമെങ്കിലോ, ഇനി അതല്ല ജഗദീഷേ 3 പോകണമെങ്കിലോ ആദ്യം എന്നാ ചെയ്യും? എന്ത് ചെയ്യും? ആദ്യം ബെൽറ്റ് ഊരണം, പിന്നെ ബട്ടൺ സഴിക്കണം, പിന്നെ സിബൂരണം. ഇനി മുണ്ടാകുമ്പോൾ ഇതൊന്നും പ്രശ്നമില്ല. പിന്നെ ഒന്ന് പൊക്കുക, ഇരിക്കുക, കാര്യം സാധിച്ചങ്ങടെ പോവുക. താങ്ക് യു സാർ, താങ്ക് യു സാർ. മറ്റൊരു കാര്യം കൂടി ചോദിക്കുകയാണ്. ഈ വ്യാജ സിഡിയെ കുറിച്ച് എന്താണ് അഭിപ്രായം? വ്യാജ സിഡിയെ കുറിച്ച് പറയുകയാണെങ്കിൽ സത്യത്തിൽ എന്റെ അഭിപ്രായം പറഞ്ഞാൽ ഈ സിനിമാ പ്രസ്ഥാനം തന്നെ അങ്ങോട്ട് നിർത്തി പോകണം. ആണോ? എന്നാലേ വ്യാജ സിഡി ഇല്ലാതെയാവുള്ളൂ. ആവുള്ളൂ. താങ്ക് യു സാർ. അടുത്തതായി ഈ വേദിയിൽ മത്സരിക്കാൻ വരുന്നത് മറ്റാരുമല്ല, ലീഡർ ജി മാള. കള്ളകൃഷ്ണൻ വരുന്നത് കണ്ടില്ലേ? നമസ്കാരം. ഒരു ഗാന്ധി മാർഗം. നമസ്കാരം. ഞാൻ മറ്റൊരു കാര്യം ചോദിക്കുകയാണ്. ഒരു DIC എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാക്കിയല്ലോ, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? DIC ഡിസ്റ്റർബൻസ് ഇൻ കോൺഗ്രസ്. ഇതിപ്പോ എനിക്ക് വലിയ ഡിസ്റ്റർബൻസ് ആയിട്ടുണ്ട്. പറയൂ.
കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. ഈ DIC ഡിസ്റ്റർബൻസ് കോൺഗ്രസ് കോൺഗ്രസ് അതെ. ഇപ്പൊ എന്താണ് പറയുന്നത്? ഇപ്പോൾ എൻ്റെ അവസ്ഥയാണ് ആ ഓർക്കസ്ട്ര 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 ഓട്ടോറിക്ഷ ഇല്ല ഓർക്കസ്ട്ര. ഒരു ഓർക്കസ്ട്ര അവസ്ഥ പറയാൻ വേണ്ടിയിട്ടാണ് ഒരു ഓർക്കസ്ട്ര നോട്ട് കൊട്ടാണ്. ഓക്കെ ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേര് വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിൻ മകൻ മാത്രം വരും, നിൻ മകൻ മാത്രം വരും. അപ്പോൾ നമ്മുടെ മത്സരം ഇവിടെ ആരംഭിക്കുകയാണ്. ആദ്യമായി വോയിസ് റൗണ്ട്. മതി മതി, മത്സരം ആരംഭിക്കാറായി. കുറച്ച് കഴിഞ്ഞിട്ട് അല്ല വീശിയാൽ കുലുക്കിയത് മതി എന്ന് പറയാ. ഇനി കുലുക്കണ്ട, മതി. കുലിക്കുന്നത് മതി, കുലുക്കിയത് മതി, മതി കുലിക്കുന്നത് മതി. പോയിക്കോ ഇനി കുലുക്കണ്ട മതി. പോയിക്കോ. ഓക്കെ ഓക്കെ. അപ്പൊ വോയിസ് റൗണ്ട് ആരംഭിക്കാൻ. ആ മ്യൂസിക് ഒന്നും കൂടി ഇട്ടോളൂ. നല്ല പ്രഗത്ഭ വ്യക്തികൾ വന്നിരിക്കുകയാണ്. അവർ ആദ്യമായി വോയിസ് റൗണ്ട് മ്യൂസിക്. അന്തപ്പൻ ചേർത്തല. പ്രിയമുള്ളവരെ, ഒരു യുദ്ധം വന്നാൽ പിന്നെ എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് ആലോചിച്ചപ്പോൾ ഏറ്റവും നല്ല മാർഗം മിമിക്രിയാണ്. അത്യാവശ്യം മിമിക്രി പറഞ്ഞ് ജീവിച്ചു പോകാനുള്ളതിനെ കുറിച്ച് ബോംബല്ല ബോംബല്ല ബോംബല്ല. അതേതായാലും നന്നായി. അപ്പോൾ ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി, മുൻ കൃഷി വകുപ്പ് മന്ത്രി KR ഗൗരിയമ്മയെ ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുക. അപ്പോ അന്തപ്പൻ സാർ ഇവിടെ വേദിയിൽ അവതരിപ്പിക്കുന്നു. പഴയ കൃഷി മന്ത്രി KR ഗൗരിയമ്മ. 1987 നയനാർ സർക്കാർ എടുത്തു പോന്നിട്ടുള്ള നയങ്ങൾ എടുത്തു പരിശോധിക്കുമ്പോൾ കേരളത്തിലെ കർഷക തൊഴിലാളികളെ ഒന്നാക്കി ഒറ്റക്കെട്ടായാണ് നിർത്തിയിട്ടുള്ളത് ശ്രീമതി KR ഗൗരിയമ്മയാണെന്നുള്ളത് വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ്. നന്ദി. താങ്ക് യു സാർ. വളരെ വളരെയധികം നന്നായിരുന്നു. അടുത്തത് എന്താണ്? അടുത്തതായിട്ട് നമ്മുടെ പഴയകാല നടി മാവേലിക്കര പൊന്നമ്മ. ഓക്കെ ഓക്കെ ഓക്കെ. നിനക്ക് ആ സാമ്പാർ അങ്ങോട്ട് വിളമ്പി കൊടുത്താൽ എന്താ? കയ്യിലെ വളയിരി പോകുമോ? ദേ മനുഷ്യനെ എൻ്റെ വായിരിക്കുന്ന ഒന്നും കേൾക്കരുത്. കണ്ടവൻ്റെ കയ്യിൽ നിന്ന് കള്ളും വാങ്ങിച്ച് കുടിച്ചേച്ച് അനന്തരം ഇവിടെ മുറി കയറ്റി വിട്ടയച്ച് അഭിപ്രായം പറയുന്നു. ഒറ്റ ചവിട്ട് വെച്ച് തന്നാലുണ്ടല്ലോ 4 ആയിട്ടൊടിയും. താങ്ക് യു വെരി മച്ച്. വളരെ നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. ഇനി എന്തെങ്കിലും പ്രകടനങ്ങൾ? ഇനി ഇവർക്കൊക്കെ എന്തെങ്കിലും അവസരം കൊടുക്കണ്ടേ? അവരും ചെയ്യും. അവസരങ്ങൾക്ക് വേണ്ടി മാറിക്കൊടുക്കുകയാണ്. അപ്പൊ അടുത്തതായി മത്സരിക്കാൻ വരുന്നു തൊമ്മൻചാണ്ടി പുൽപ്പള്ളി. അത് ഞാനാദ്യമായിട്ട് നമ്മുടെ അശോകൻ, ഏതാ അശോകൻ? അപരം എന്ന സിനിമയിലൂടെ ജനശ്രദ്ധ നേടിയ അശോകൻ. അശോകന്റെ ശബ്ദം അമരം എന്ന സിനിമയിലേക്ക് നമുക്ക് പോകാം. അതിലെ അശോകന്റെ ശബ്ദമാണ് തൊമ്മൻചാണ്ടി പുൽപ്പള്ളി അവതരിപ്പിക്കുന്നത്. അടിപൊളി. എൻ്റെ വട്ടോളി വട്ടോളി തോമ ടീച്ചർ ഒരു സൂപ്പർ കടപോട്ട് ടീച്ചർ പറ്റക്കണം. താങ്ക് യു സാർ. അടുത്തതായി ഇന്ദ്രൻസ്. തിരുവല്ലാപുരം തിരുവത തിയേറ്റേഴ്സിന്റെ പ്രഥമ നാടകമായ ഊരാക്കുടുക്കിൽ അഭിനയിക്കുന്നതിന് വേണ്ടി ഒരമ്മ നെടുപ്പിടെ 3 പേരെ പൊക്കണമെന്നാണ് അട്ടംകുളം അമ്പി സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. സാറേ, ഞാൻ പോയിട്ട് പിന്നെ വരാം. താങ്ക് യു സാർ. അടുത്തതായി ഈ മത്സരവേദിയിൽ മത്സരിക്കാൻ എത്തുന്നു അച്ചുമാമൻ മാരാരിക്കുളം.
എന്റെ ഫോറീസിന്റെ ശബ്ദമാണ് അനുകരിക്കാൻ പോകുന്നത്. താങ്ക് യു സാർ. എന്ത് കണ്ടിട്ടാണ് നിന്റെ അഹങ്കാരം? ഉണ്ടാക്കിയോ തന്തയ്ക്കോ വേണ്ട, തെളിവിന് പോലും ബാക്കി വയ്ക്കാതെ നിന്റെ തള്ളയും പോയി. ഏതെങ്കിലും ഒരു റെയിൽവേ സ്റ്റേഷൻ കിടന്നലയണത് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കാണൂടി. എന്നാ പൊളുത്താനാ തൻ്റെ പരിപാടി. താങ്ക് യു, അടിപൊളിയായിരുന്നു. അടുത്തായിട്ട് നമ്മുടെ ജനാർദ്ദനൻ. ഓക്കെ. അയ്യോ എന്റെ കർത്താവേ, അവൻ തന്നെയാണ് എന്റെ കാല് തല്ലി ഒടിച്ചത്. ഇട ചിന്നപ്പ പൊന്നപ്പ അവരെ പിടിച്ചോണ്ട് ഇങ്ങോട്ട് വാടാ. താങ്ക് യു സാർ, അടിപൊളിയായിരുന്നു, വളരെ അടിപൊളിയായിരുന്നു. നമ്മുടെ മാമുക്കോയ. ഓക്കെ. ഓനെ വായിസ്ത കൊച്ചല്ല. അസ്സലാമു അലൈക്കും അസ്സലാം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ലാസ്സലാം. താങ്ക് യു. അടുത്തതായിട്ട് മത്സരിക്കാൻ എത്തുന്നത് കരുൺജി മാള. ഓക്കെ. നമസ്കാരം. ആദ്യമായിട്ട് വരുന്നത് മലയാള സിനിമയിൽ കഥ, തിരക്കഥ, സംഭാഷണം, അഭിനയം ഇതെല്ലാം എന്നെപ്പോലെ ചെയ്യുന്ന ഒരു നടനാണ് ശ്രീനിവാസനാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന നടൻ. ഓക്കെ. മ്യൂസിക്. കൊടുക്കിട്ട കോഴി കൂളക്കോഴി കുന്നും ചാരുവിലെ വയറ്റാട്ടി നീ കേട്ടോ ശ്യാമളെ, എന്തായിരുന്നു നിന്റെ പെർഫോമൻസ്? കോഴിയെ മുട്ടയടിക്കാൻ ഓടിക്കുന്നു, ഏത്തപ്പഴം പഴകുന്നു, ചൂടുവെള്ളം ചൂടാക്കുന്നു. ഈ അഭിനയം സിനിമയിലായിരുന്നെങ്കിൽ ഈ തവണ അച്ഛൻ ഇതിൽ വന്നപ്പോൾ ഞാനതിലെ പോയി, അച്ഛൻ അതിലെ വന്നപ്പോൾ ഞാനിതിലെ പോയി, പോയിട്ട് പിന്നെ വരാം. ഓക്കെ. താങ്ക് യു, അടിപൊളിയായിരുന്നു, വളരെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു, സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. അടുത്തതായി മലയാള സിനിമയിൽ CBI ഡയറക്ടർ എന്ന സിനിമയിലൂടെ ഹിറ്റായിട്ടുള്ള ഒരു നടനാണ്, ഒരു വില്ലൻ. പ്രതാപചന്ദ്രൻ. പ്രതാപചന്ദ്രൻ. മ്യൂസിക്. CBI ഇങ്ങോട്ട് ഇറങ്ങി വേടാ. എനിക്ക് ഡൽഹിയിൽ മാത്രമല്ലടാ പിടി, അങ്ങ് തിരുവനന്തപുരത്തുണ്ടാ. ഞാനൊരു പോക്ക് പോയാലേ നിന്നെ കേട്ടിടിച്ചിട്ട് ഞാൻ മടങ്ങൂ. മോനെ ഫെഡറിക്കേ, തോക്കെടുക്കടാ. താങ്ക് യു. 4 പേരും വളരെ നല്ലൊരു പെർഫോമൻസ് ആണ് ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. ഇവർക്ക് ഭരണമില്ലെങ്കിലും മിമിക്രി കാട്ടി ജീവിക്കാം എന്നിവർ തെളിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഗസ്റ്റിനെ ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. ഇതാ വരുന്നു എബി വാജ്പേയി. ഇന്നത്തെ മിനുങ്ങൻ താരം എന്ന പ്രോഗ്രാമിന്റെ ചീഫ് ഗസ്റ്റ് എബി വാജ്പേയി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇതാ വരികയാണ്. നല്ല ഒരു കൈയിലൂടി നമുക്ക് സ്വീകരിക്കാം. കുണുങ്ങിയാണ് വരവ്. മൈക്കിൽ ശ്രദ്ധിച്ചാ മതി. പോയി ഗസ്റ്റ് വെയിറ്റ് കഴിക്കാൻ പറഞ്ഞാൽ അത് ചെയ്യേയില്ല. ഗസ്റ്റ് വെള്ളം ഇറക്കിയെടുക്കും. തുടങ്ങിക്കോളൂ. सबसे बड़े लोगों को मुझे आज समझा करता है. അല്ല, ഈ പാല ഫെസ്റ്റിനെ കുറിച്ച് എന്തെങ്കിലും? पाला बहुत अच्छा है, പാല ബഹുത് അച്ചാ ഹെ. पाला का कन्नी बहुत अच्छा है, പാലയിലെ കഞ്ഞി ബഹുത് അച്ചാ ഹെ. पाला का कप्पा बहुत अच्छा है, കപ്പ ബഹുത് അച്ചാ ഹെ. चाली पाला बहुत अच्छा है, पाला का लड़की बहुत अच्छा है, എന്താ ലടിക്കോ? इडकी बहुत अच्छा है. അത് ശരി. അല്ല, ഈ പ്രോഗ്രാം കണ്ടല്ലോ. അപ്പോൾ ഈ പ്രോഗ്രാം കണ്ടപ്പോൾ ഇതിൽ ആർക്കാണ് സമ്മാനം കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നു. ये क्या प्रोग्राम है? മിന്നും താരം പ്രോഗ്രാം ഹെ. कौन से मिन्नन तारम? ഈ നിൽക്കുന്ന 4 പേരാണ് ഇവിടുത്തെ മിന്നും താരങ്ങൾ. ये आदमी है. अच्छा, ये क्या है? ഇത് ക്യാഷ് പ്രൈസ്. മിന്നും താരം ഫസ്റ്റ് അടിക്കുന്ന ആൾക്കുള്ള ക്യാഷ് പ്രൈസ് ആണ്. ये मिन्नन तारम है.
നഹി ഏ മിന്നൻ താരം നഹി ഹേ ഇവര് 4 പേരും അല്ലേ മിന്നും താരം, പിന്നെ ആരാണ്? മിന്നൻ താരം മേം ഏ ഹും ഹൈ ഹോ ഹൗ അല്ല പൈസ 25 ലക്ഷം രൂപയുടെ ചെക്കാണ്. 25 ലക്ഷം രൂപയുടെ ചെക്കുമായി നമ്മുടെ ഗസ്റ്റ് പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാം ഇവിടെ നിൽക്കുന്നില്ല. ഞാൻ എൻ്റെ ഒരു പാട്ട് പാടിക്കോട്ടെ ഈ ഷോ. അതെ, എല്ലാ പരിപാടിയിലും എപ്പിസോഡിലും കാണാറില്ല. ആർട്ടിസ്റ്റുകളെ വിളിച്ചു വിളിച്ചിട്ട് അവരെ കൊണ്ട് പാടിക്കാതെ താൻ ഷൈൻ ചെയ്യണ്ട. ഇവിടെ മിന്നുന്നതാരും ഞങ്ങൾ പാടും. കണ്ടാ ഞാനും വരാ തൃശൂർ പൂരം കാണാൻ കണ്ടാ ഞാനും വരാ തൃശൂർ പൂരം കാണാൻ പൂരം എനിക്കൊന്ന് കാണല കാന്ത പൂരം എനിക്കൊന്ന് കാണല കാന്ത പൂരത്തിൽ അതിലൊന്ന് കൂടണ കാന്ത പൂരത്തിൽ അതിലൊന്ന് കൂടണ കാന്ത കാന്ത ഞാനും വരാ തൃശൂർ പൂരം കാണാൻ കാന്ത ഞാനും വരാ തൃശൂർ പൂരം കാണാൻ കൊടിമരം എനിക്കൊന്ന് കാണണ കാന്ത കൊടിമരം എനിക്കൊന്ന് കാണണ കാന്ത കൊടിമരം അതിലൊന്ന് കേറണ കാന്ത കൊടിമരം അതിലൊന്ന് കേറണ കാന്ത കാന്ത ഞാനും വരാ തൃശൂർ പൂരം കാണാൻ ആനയെ എനിക്കൊന്ന് കാണണ കാന്ത ആനയെ എനിക്കൊന്ന് കാണണ കാന്ത ആനപ്പുറത്തൊന്ന് കേറണ കാന്ത ആനപ്പുറത്തൊന്ന് കേറണ കാന്ത കാന്ത ഞാനും വരാ തൃശൂർ പൂരം കാണാൻ മത്തള്ളം എനിക്കൊന്ന് കാണണ കാന്ത മത്തള്ളം എനിക്കൊന്ന് കാണണ കാന്ത മത്തള്ളം അതിലൊന്ന് പൊട്ടണ കാന്ത മത്തള്ളം അതിലൊന്ന് പൊട്ടണ കാന്ത കാന്ത ഞാനും വരാ പൂരം കാണാൻ തിമില്ലയിൽ നീക്കൊന്ന് കാണണ കാന്ത തിമില്ലയിൽ നീക്കൊന്ന് കാണണ കാന്ത തിമില്ലയിൽ അതിലൊന്ന് പൊട്ടണ കാന്ത തിമില്ലയിൽ അതിലൊന്ന് പൊട്ടണ കാന്ത കാന്ത ഞാനും വരാ തൃശൂർ പൂരം കാണാൻ കാന്ത ഞാനും വരാ തൃശൂർ പൂരം ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് ചാനലുകളുണ്ട്. ഈ ചാനലിലൊക്കെ ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ പണ്ട് നമ്മുടെ നാട്ടിൽ അതായിരുന്നില്ല അവസ്ഥ. നമ്മുടെ നാട്ടിൽ ആ കൂടി റേഡിയോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ റേഡിയോയിൽ കൂടിയുള്ള വയലും വീടും പോലുള്ള പരിപാടികൾ, രഞ്ജിനി തുടങ്ങിയ പരിപാടികൾ, കൊച്ചു കൊച്ചു വാർത്തകൾ, ഇതൊക്കെ കേട്ടാണ് നമ്മളെല്ലാവരും വളർന്നത്. പണ്ട് രാമേന്ദ്രൻ ചേട്ടൻ്റെ മാതിരി വളരെ സ്റ്റൈലായിട്ട് വാർത്ത വായിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. നമുക്ക് ആ പഴയ വാർത്തയിലേക്കൊന്ന് പോകാം. ആ വാർത്തയിൽ നിന്ന് നമുക്ക് ടി വിയിലേക്ക് വരാം. അവിടുന്ന് നമുക്ക് സിനിമയിലേക്കും മറ്റുള്ള കാര്യങ്ങളിലേക്കും ഒക്കെ വരാം. ടി വി ഓൺ ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു റേഡിയോ ഓൺ ചെയ്ത് വെക്കുകയാണ്. പഴയ രാമേന്ദ്രൻ ചേട്ടൻ്റെ സ്റ്റൈലിലൊരു വാർത്ത നമുക്ക് ആദ്യമായിട്ട് കേൾക്കാം. ആകാശവാണി, തിരുവനന്തപുരം, തൃശ്ശൂർ, ആലപ്പുഴ, കൂത്താട്ടുകുളം, കൊച്ചി. വാർത്തകൾ വായിക്കുന്നത് രാമേന്ദ്രൻ. ലോക ബോക്സിംഗ് മത്സരത്തിൽ അമേരിക്കയ്ക്ക് സ്വർണവും ജപ്പാന് വെള്ളിയും ഇന്ത്യക്ക് ഇടിയും കിട്ടി. ഇന്ത്യ വിക്ഷേപിച്ച ആര്യഭട്ടയും രോഹിണിയും ശൂന്യാകാശത്ത് വെച്ച് വിവാഹിതരായി. ലോക സൗന്ദര്യ മത്സരത്തിൽ ഇന്ത്യയുടെ ഐശ്വര്യ റായ് മിസ് യൂണിവേഴ്സിലായി തിരഞ്ഞെടുക്കപ്പെട്ടു. ജനിച്ച വേഷമാണ് പ്രദർശിപ്പിച്ചത്. അമ്പെയ്ത്ത് മത്സരത്തിൽ ഇന്ത്യക്ക് ഒരു സ്വർണം നഷ്ടപ്പെട്ടു. റഫറിക്ക് 2 കണ്ണും. നീന്തൽ മത്സരത്തിന് ഇന്ത്യയിൽ നിന്ന് പോയ നീന്തൽ താരം ആദ്യ റൗണ്ടിൽ തന്നെ മുങ്ങി മരിച്ചു. വർഷകാലമായാൽ കേരളത്തിലെ എല്ലാ റോഡുകളിലും
വള്ളംകളിയും ബോട്ട് സർവീസ് നടത്തുമെന്ന് ഗതാഗത മന്ത്രി നിയമസഭയിൽ ഊന്നിപ്പറഞ്ഞു. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. നന്ദി, നമസ്കാരം. താങ്ക് യു. ഇതൊരു പഴയ വാർത്തയാണ്, പക്ഷേ ഇന്ന് വാർത്തയുടെ അവസ്ഥ മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യ വിഷൻ പോലുള്ള ന്യൂസ് ചാനൽ വന്നപ്പോൾ വാർത്തയുടെ രൂപവും ഭാവവും മാറി. വാർത്ത വായിക്കുന്നത് കേൾക്കാൻ തന്നെ പ്രത്യേക സ്റ്റൈലാണ്. നികേഷ് കുമാറിനെ പോലുള്ള വാർത്ത വായിക്കുന്ന പ്രഗത്ഭനായ വാർത്ത വായനക്കാർ വന്നപ്പോൾ വളരെ രസമാണ് കാണുന്നത്. കയ്യിലൊരു പേനയൊക്കെ പിടിച്ച് വളരെ കാഷ്വലായിട്ട് വാർത്ത വായിക്കുന്നു. വാർത്തയിലുണ്ടാകുന്ന സംഭവങ്ങളും വ്യക്തികളും എന്തൊക്കെയായിരുന്നാലും നമുക്കപ്പോൾ ലൈവായിട്ട് കാണാൻ സാധിക്കും. ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ കുറിച്ചാണ്. അതിനെക്കുറിച്ചാണ് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ചർച്ചകൾ നടക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ന്യൂസ് അവർ ഇവിടെ ആരംഭിക്കുകയാണ്. നികേഷ് കുമാർ ന്യൂസ് അവറാണ്. ഈ ന്യൂസ് അവറിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ പ്രശ്നങ്ങളാണ്. അതെങ്ങനെ തീർക്കാമെന്ന് നമ്മുടെ രാഷ്ട്രീയ നായകന്മാർ ഇവിടെ പ്രതികരിക്കും. നമസ്കാരം. പ്രധാന വാർത്തകൾ. മുല്ലപ്പെരിയാർ പ്രശ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനു വേണ്ടി കേരള മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ ഇന്ന് രാവിലെ 11 മണിക്കുള്ള വിമാനത്തിന് തിരുവനന്തപുരത്ത് നിന്ന് ന്യൂഡൽഹിക്ക് പുറപ്പെടുകയാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഞങ്ങളുടെ പ്രതിനിധി രാജേഷ് ഇപ്പോൾ ലൈനിലുണ്ട്. രാജേഷ്, എത്ര മണിക്കാണ് അദ്ദേഹം വിമാനത്താവളത്തിലെത്തിയത്? എത്ര മണിക്കാണ് അദ്ദേഹത്തിനുള്ള വിമാനം? ഈ മുല്ലപ്പെരിയാർ പ്രശ്നം എങ്ങനെ ചർച്ച ചെയ്ത് തീർക്കാമെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും എന്തൊക്കെയാണ് ഉരുത്തിരിഞ്ഞത്? കാര്യങ്ങൾ വ്യക്തമായിട്ടൊന്ന് പറയും. നികേഷ്, ഏതാണ്ട് 9 മണിയോട് കൂടിയാണ് മുഖ്യമന്ത്രി സംഘവും തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയത്. 11 മണിക്കാണ് അദ്ദേഹത്തിന് ന്യൂഡൽഹിക്കുള്ള വിമാനം. മുല്ലപ്പെരിയാർ പ്രശ്നം തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് ഒതുക്കി തീർക്കാമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിക്കുകയുണ്ടായി. വളരെ വ്യക്തവും ശക്തവുമായ രീതിയിൽ പറയുകയാണെങ്കിൽ മുല്ലപ്പെരിയാർ പ്രശ്നം ഗവൺമെന്റ് ചർച്ച ചെയ്യും. എന്തായാലും നമ്മൾക്ക് മടങ്ങി വരാം. ഇപ്പോൾ കൊച്ചി സ്റ്റുഡിയോയിൽ പ്രതിപക്ഷ നേതാവ് ശ്രീ ഉമ്മൻചാണ്ടി ഉണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. നമസ്കാരം സാർ. ഈ മുല്ലപ്പെരിയാർ പ്രശ്നം ഒരു മുൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവ് നിലയിൽ എങ്ങനെ ഒതുക്കി തീർക്കാമെന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത്? കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയും. അത് ഗവൺമെൻറ് ശരിയല്ല. അത് ഞങ്ങളുടെ ഗവൺമെൻറ് ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് മുല്ലപ്പെരിയാർ പോയിട്ട് കണക്കിലെ 6 എന്ന അക്ഷരത്തെക്കുറിച്ച് പോലും ഇവിടെ ചർച്ച ഉണ്ടായിട്ടില്ല. അപ്പം എന്താ കുഴപ്പം? ഗവൺമെൻറ് ശരിയല്ല. അടുത്ത 5 കൊല്ലവും ഞങ്ങൾ തന്നെ ഇവിടെ ഭരിച്ചാൽ മുല്ലപ്പെരിയാർ ഞങ്ങൾ ഒതുക്കി തീർക്കും. അത് മാത്രമേ പറയാനുള്ളൂ. താങ്ക് യു സാർ. താങ്കളോട് ഇത്രയും നേരം സംസാരിക്കാൻ സാധിച്ചതിൽ ഖേദം തോന്നുന്നു. എന്തായാലും വീണ്ടും മടങ്ങി വരാം. ഇപ്പോൾ തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ ബഹുമാനപ്പെട്ട ലീഡർ ശ്രീ K. കരുണാകരനുണ്ട്. നമസ്കാരം. മുൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ അല്ലെങ്കിൽ ലീഡർ എന്ന നിലയിൽ താങ്കൾ ഈ പ്രശ്നം എങ്ങനെയാണ് കാണുന്നത്? മുല്ലപ്പെരിയാർ പ്രശ്നം ഏത് രീതിയിൽ ഒതുക്കി തീർക്കാമെന്നാണ് കാണുന്നത്? മുല്ലപ്പെരിയാർ പ്രശ്നം അതാണോ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം? എല്ലാവർക്കും മുല്ലപ്പെരിയാർ പ്രശ്നം തീർക്കുന്നതിനെക്കുറിച്ചാണ്. ഇവിടെ ഒരു കുടുംബം അനാഥമായിട്ട് അതന്വേഷിക്കാൻ ആരുമില്ല. ഈ പ്രശ്നം ഒതുക്കി തീർക്കാൻ പറ്റും. ഇവന്മാരെയെല്ലാം മുല്ലപ്പെരിയാറ്റി മുക്കി കൊന്നാ മതി. അതുകൊണ്ട് തീരും. പക്ഷെ ഞാൻ മുഖ്യമന്ത്രി ആവണമെന്ന് മാത്രം. എന്തായാലും വീണ്ടും മടങ്ങി വരാം. ഇപ്പോൾ കിട്ടിയ വാർത്ത. പ്രശസ്ത പുല്ലാങ്കുഴൽ വിദഗ്ധൻ പല്ലാവൂർ അപ്പുമാരാർ ഇന്ന് രാവിലെ അന്തരിച്ചു. ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ, അദ്ദേഹം ഇന്നിപ്പോൾ നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അതൊരു വലിയ അനുഗ്രഹം തന്നെയാണ്. പല്ലാവൂർ അപ്പുമാരാർ ഇന്ന് അന്തരിച്ചു. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. നമസ്കാരം സാർ. താങ്കൾ എങ്ങനെയാണ് മരിച്ചത്? അല്ലെങ്കിൽ താങ്കളെ ആരെങ്കിലും കൊല്ലുകയായിരുന്നു? എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊന്ന് വ്യക്തമാക്കാമോ? അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഞങ്ങളുടെ പ്രതിനിധി ബാബു ലൈനിലുണ്ട്. ബാബു, എന്താണ് പറഞ്ഞോളൂ. ബാബു കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ബാബു, താങ്കൾ ഇപ്പോൾ എവിടെയാണ്? ഞാനിപ്പോൾ ക്യൂവിലാണ്. ക്യൂവിൽ അവിടെ ഭയങ്കര തിരക്കാണോ? ഭയങ്കര തിരക്കാണ്, അസാധ്യ തിരക്കാണ്. ഇത് മേടിച്ചെടുക്കാൻ വലിയ പ്രയാസമാണ്. മേടിച്ചെടുക്കാൻ കഴിയില്ല. താങ്കൾ ഇപ്പോൾ ഏത് ക്യൂവിലാണ്? എടോ, ഞാൻ ബിവറേജിന്റെ ക്യൂവിലാണെന്ന്.
താങ്കൾ ആ ക്യൂവിൽ നിന്ന് മാറി പല്ലാവൂർ അത്മലയുടെ വീട്ടിലേക്ക് ചെല്ലൂ. ആ ഞാൻ ഉടനെ തന്നെ പോയേക്കാം. എന്തായാലും ബാബു ഇപ്പോൾ അവിടെ എത്തിക്കാണെന്ന് വിചാരിക്കുന്നു. ബാബു, എനിക്ക് ചോദിക്കാനുള്ളത്, ഈ സാധാരണയുള്ള മണ്ണാന്ത ചടങ്ങ് പോലുള്ള മണ്ണാന്ത ചടങ്ങുകളാണോ അവിടുത്തെ മണ്ണാന്ത ചടങ്ങ്? എന്തോന്ന് ബാബു, സാധാരണയുള്ള മണ്ണാന്ത ചടങ്ങ് പോലുള്ള മണ്ണാന്ത ചടങ്ങാണോ ഈ മണ്ണാന്ത ചടങ്ങ്? എടോ താൻ എന്തുവാണോ ഈ പറയുന്നത്? സാധാരണയുള്ള മരണാനന്തര ചടങ്ങ് പോലുള്ള മരണാനന്തര ചടങ്ങുകളാണ് ഈ മരണാനന്തര ചടങ്ങുകൾ എന്നാണ് എന്റെ ചോദ്യം. ആ സാധാരണ പോലുള്ള മരണം തന്നെ ഈ മരണവും. വീണ്ടും സ്റ്റുഡിയോയിലേക്ക് തന്നെ മടങ്ങി എത്താവുന്നതാണ്. കൊണ്ടുപോവുകയാണ്. താനെന്ത് പണിയായി കാണിക്കുന്നത്? എന്ത് പറ്റി? എടാ ഈ ഇരിക്കുന്ന ആരാന്നറിയോ? താനാരാ? എടാ ഈ ഇരിക്കുന്ന എന്റെ അച്ഛനാ. തനിക്ക് മനസ്സിലായി? വളരെ സന്തോഷകരമായ ഒരു വാർത്തയും കൂടിയുണ്ട്. മരിച്ചുപോയ അപ്പുമാരാരുടെ മകൻ ഇപ്പോൾ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. താങ്കൾ എങ്ങനെയാണ് അച്ഛനെ കൊന്നത്? വിഷം കൊടുത്തോ, അല്ലെങ്കിൽ കഴുത്ത് ഞെക്കിക്കൊന്നോ, കെട്ടിത്തൂക്കിയോ, വെടിവെച്ചോ? എങ്ങനെയാണ് താങ്കൾ അദ്ദേഹത്തിന് കാര്യങ്ങൾ വ്യക്തമായിട്ടൊന്ന് പറയൂ. ഞാൻ എന്റെ അച്ഛനെ കൊന്നത്. അതെ. തനിക്കെന്താ വട്ടുണ്ടോ? എടോ ഇന്നലെ രാവിലെ 9 മണിക്ക് മരിച്ച ഇങ്ങേരി ഇന്ന് രാവിലെ 10 മണിക്ക് ഇങ്ങനെ ശവടക്കാനുള്ളേ. 2 മണിക്കൂറിനകത്ത് ഇങ്ങനെ വിട്ടുതരാന്ന് പറഞ്ഞാണ് നീ ഈ സാധനത്തിന് ഇവിടെ കൊണ്ടുവച്ചത്. ആണ് അല്ല, അത് പിന്നെ ന്യൂസ് അവർ കഴിയാതെ നമുക്ക് അവരെ കൊണ്ടുപോകാൻ പറ്റില്ല. ഓ, ന്യൂസ് ഓവർ കഴിയണം. ന്യൂസ് ഓവർ കഴിഞ്ഞാൽ കൊണ്ടുപോകല്ലേ? ഇതോടുകൂടി ന്യൂസ് അവർ കഴിയുന്നില്ല. വീണ്ടും ന്യൂസ് അവറിലേക്ക് കിടക്കുകയാണ്. താങ്കൾ കൊണ്ടുപോയിക്കോളൂ. അത് കിട്ടും. ഇപ്പൊ കിട്ടിയത് തന്നെ എങ്ങനെ ഒതുക്കി തീർക്കാന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. അയ്യോ, ഇപ്പോൾ കിട്ടിയ മറ്റൊരു വാർത്തയുണ്ട്. കൂത്താട്ടുകുളത്ത് വെള്ളപ്പൊക്കം, ഏതാണ്ട് 45ഓളം പേർ മരിച്ചു എന്നാണ് റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നത്. കൂത്താട്ടുകുളത്ത് ഞങ്ങളുടെ പ്രതി വർഗീസ് ഇപ്പോൾ ഉണ്ട്. വർഗീസ്, അവിടെ വെള്ളം ഏകദേശം എത്ര അടിയാണ് ഉയർന്നിരിക്കുന്നത്? അല്ലെങ്കിൽ എന്തൊക്കെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നു? ജനങ്ങളുടെ ഭാഗത്തു നിന്നും എന്തൊക്കെ നടപടി കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയും. നികേഷ്, ഇവിടെ ഇപ്പൊ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വെള്ളം കയറി എന്റെ കാൽപാദം കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ വെള്ളം കയറി എന്റെ മുട്ട് വരെ എത്തി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ വെള്ളം കയറി എന്റെ അര വരെ എത്തിയിരിക്കുകയാണ്. ഇപ്പൊ വെള്ളം കയറി എന്റെ ചെസ്റ്റ് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ വെള്ളം കയറി എന്റെ തോള് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ വെള്ളം കയറി എന്റെ താടി കഴിഞ്ഞു. ഇപ്പൊ വെള്ളം കയറി നമസ്കാരം. ഇപ്പോൾ കിട്ടിയ വാർത്ത, ഇപ്പോൾ റിപ്പോർട്ട് നൽകിയ വർഗീസിന്റെ ശവസംസ്കാരം നാളെ രാവിലെ 10 മണിക്ക് വീട്ടുവളപ്പിൽ. വാർത്തകൾ കഴിഞ്ഞു. നന്ദി, നമസ്കാരം. അല്ല, ഒരു പാട്ട് പാടത്തേ ഉള്ളേ? കുഴപ്പമില്ല, 4-ാം കട്ടെ പിടിച്ചോട്ടാ. എൻ്റെ കൽവിലെ വെണ്ണിലാവും നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരു മുല്ലമൊട്ടിലൂറും അത്തറൊന്നു വേണ്ടേ, ഖത്തറിന്ന് വായോ സുൽത്താൻ്റെ വേലക്കാരാ. ആരാ വേലിക്ക കിടന്ന് മാറണേ? അതായത് വേലിക്ക ഇങ്ങനെ പാടാ, ഇതിലെ പാടാ, ഇവിടെ പാടാ. നീയാടാ വേലിക്ക കിടന്ന് മാറിയേ? എന്റെ മോനെ, ആ ശാരദയുടെ വീട്ടിൽ കിടന്ന് എന്താ ഒരു ബഹളം കേക്കണേ? നീ ഒന്ന് പോയി നോക്കടാ. ഞാൻ പോയി നോക്കില്ല. അല്ല, നീ ഒരു പൊന്നാങ്കട്ട ആങ്കൊച്ചല്ലേടാ, നിനക്കൊന്ന് പോയി നോക്കിയാ എന്താ? നീ ഒന്ന് പോയി നോക്കടാ. ഞാൻ പോയി നോക്കില്ലെന്ന് പറഞ്ഞില്ലേ? നീ നോക്കിയാ എന്താ കുഴപ്പം? ഞാൻ ഒരു പ്രാവശ്യം നോക്കിയാൽ അവിടെ ബഹളം. നീ ആള് കൊള്ളാല. അത് ശരി. ഇവിടെ വലിയ പാട്ടും കൂത്തൊക്കെയാണല്ലോ. എന്താ ഖത്തറ ബത്തറ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് സംഭവം? മൂത്തമോൻ ഖത്തറിലല്ലേ? മൂത്തമോനാര്? അബൂബക്കറാ. അത് ശരി. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാ അവനിപ്പാ പോയിട്ട് ഒരു മെച്ചമില്ല പോനെ. തീറ്റയൊന്നും കൊടുക്കണില്ല അവന്. എന്താ? രാവിലെ ഒരു പയം കൊടുക്കും, ഉച്ചയാവുമ്പോ ഒരു കൂട് കപ്പലിന്, വൈകുന്നേരം ആവുമ്പോ 2 ബിസ്ക്കറ്റും കൊടുക്കും. ഇത്രയ്ക്ക് ക്രൂരനാണോ അറബി? അറബിയുടെ കുഴപ്പമില്ല, പിന്നെ ഇവിടുത്തെ ട്രാവൽ ഏജൻസിക്കാർ പറ്റിച്ച പണിയാ. എങ്ങനെ? അവനൊരു കുരങ്ങിന്റെ വിസയില ഇവിടുന്ന് കയറ്റി വിട്ടേക്കണേ. അത് ശരി. അപ്പൊ രണ്ടാമത്തവന് നാടകത്തിന്റെ പരിപാടിയായിരുന്നല്ലോ. അടിപൊളിയല്ലേ നാടകത്തിനൊക്കെ? ഇപ്പൊ എന്താ ഡിമാൻഡ്? ഭയങ്കര ഡിമാൻഡ് അല്ലേ? ഞാൻ പറഞ്ഞു പോവണ്ടെന്ന് പറഞ്ഞു. അതെന്താ ഇത്ത പറയാ? കളിച്ചു കഴിഞ്ഞാൽ വലിയ മെച്ചമില്ല പോനെ. എന്ത് മെച്ചില്ല? നാടകത്തിനൊക്കെ നല്ല കാശൊക്കെ ഉണ്ട്. ഇപ്പൊ നാടകത്തിന് പോണില്ല, പിന്നെ പഞ്ചാറ് സീരിയലൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നാളെ സീരിയലായി. സീരിയല് പോയി. എന്റെ ദൈവമേ, ഇത്ത സീരിയലിലൊക്കെ അഭിനയിച്ചിപ്പോ എന്താ കാശ്? അത് മെഗാ സീരിയലാണെങ്കിൽ പറയേ വേണ്ട. അതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുന്ന വീട്ടില്. അല്ല, മോളുണ്ടായില്ലേ? ഒരു മോള് സൂറാബി. അവളുടെ നിക്കാഹ് കഴിഞ്ഞല്ലോ. നിക്കാഹ് കഴിഞ്ഞാ? എന്ത്? ഞങ്ങളൊന്നും വിളിച്ചു പോലുമില്ല. അവക്ക് ഇന്റർനെറ്റിൽ ചേറ്റിംഗ് ആയിരുന്നല്ലേ പരിപാടി. ചേറ്റിംഗ് അല്ല, ചീറ്റിംഗ്. എന്ത് പണ്ടാറാണ്? അവള് ചീറ്റി അമേരിക്കയിൽ ഇരിക്കുന്ന ഒരു സായിപ്പായിട്ട് ലൈനായി.
നിക്കാഹ് നടത്തി കൊടുത്തില്ലെങ്കിൽ തൂങ്ങിച്ചാവും എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ നിപ്പ. അവസാനം ഇവക്കാണെങ്കിൽ അങ്ങോട്ട് പോകാൻ വിസയില്ല, സായിപ്പിനാണെങ്കിൽ ഇങ്ങോട്ട് വരാനും വിസയില്ല. എന്നിട്ട് പള്ളി കമ്മിറ്റിക്കാരൊക്കെ ആയിട്ട് ആലോചിച്ച് ഇന്റർനെറ്റ് വഴി അവരുടെ നിക്കാഹ് അങ്ങോട്ട് നടത്തി കൊടുത്ത്. ഇപ്പൊ എന്ത് സൂറാബി ചെയ്യുന്നു? ഇപ്പൊ സൂറാബി പ്രസവിച്ചെടുക്കണം. അല്ല, അങ്ങോട്ട് പോയിട്ടില്ല സൂറാബി, ഇങ്ങോട്ട് അയാൾ വന്നിട്ടില്ല. ഇല്ല. പിന്നെ ഇതെങ്ങനെ സംഭവിച്ചെന്നേ? ഇന്റർനെറ്റ് വഴി പ്രസവിച്ചു. ഇന്റർനെറ്റ് വഴി പ്രസവിക്കേ? ശാസ്ത്രം ജയിച്ചു, അവള് പ്രസവിച്ചു. എനിക്ക് അത്ര അറിയാൻ പാടുള്ളൂ. അയൽപക്കത്തേക്ക് ഒരു ഇന്റർനെറ്റിന്റെ ഭാഗ്യേ. എന്താ പറഞ്ഞേ? അല്ലപ്പാ കൊച്ചും തള്ളൊക്കെ സുഖമായിട്ടിരിക്കണ? അവക്ക് അങ്ങനെ വലിയ സുഖമൊന്നുമില്ല. എന്തുപറ്റി? അവക്ക് ഇരട്ടക്കുട്ടി ഉണ്ടാവണമെന്നായിരുന്നു ആഗ്രഹം. അവളുടെ കൂട്ടുകാരികൾക്കൊക്കെ ഇരട്ടക്കുട്ടി ഉണ്ടായതേ. സൈനബയുടെ മോൾക്ക് ഇരട്ടക്കുട്ടിയായിരുന്നു, ജമീലയുടെ മോൾക്ക് ഇരട്ടക്കുട്ടിയായിരുന്നു. അപ്പൊ ഇവളും പറഞ്ഞു, ഉമ്മ എനിക്കും ഇരട്ടക്കുട്ടി ആയിരിക്കൂട്ടാന്ന് പറഞ്ഞു. വയറ് കണ്ടപ്പോ എനിക്കും അങ്ങനെ തോന്നി മോനെ. പക്ഷെ ഉണ്ടായപ്പോ ഒരു കുട്ടി ഉണ്ടായോളൂ. പക്ഷെ അവള് മിടിക്കാണ്ടാ. എങ്ങനെ? 6 മാസം കൊണ്ട് ഇരട്ടക്കുട്ടി ആക്കും. 6 മാസം കൊണ്ട് ഇരട്ടക്കുട്ടിയാ? അതെങ്ങനെ? അവള് കുട്ടി ഉണ്ടായപ്പോ തന്നെ ലിസ്റ്റിൽ നിക്ഷേപിച്ചു. ഇനി 6 മാസം കഴിയുമ്പോ ഇരട്ടിയായിട്ട് പിൻവലിക്കാൻ. അല്ല, ബീരാനിക്ക് എന്ത്? അപ്പൊ നീ പറയാ അങ്ങനെയാണെങ്കിൽ കുറെ നാൾ ഇടാൻ പാടില്ലേന്ന്. അതിന് ഞാൻ ചോദിക്കണ ഒരു 10-12 ഇട്ടേക്ക്. അപ്പൊ അങ്ങനെ കുറെ നാളിട്ട കുറെ കുട്ടികളുണ്ടാവും. അപ്പൊ യത്തീംഖാന നടത്താൻ നിന്റെ വാപ്പ കൊണ്ടു ചെലവിന് വരുമോ? അല്ല, ഞാൻ നേരത്തെ ചോദിച്ചത് ബീരാനിക്ക് എന്ത്? ബീരാനിക്കട കാര്യമൊന്നും പറയണ്ട, അവനെ ചൊവ്വാവൂല അയാള്. എന്ത് പറ്റി? ഇപ്പൊ തന്നെ രാവിലെ ഇവിടുന്ന് പോയതാണ്. ഇപ്പൊ ഏതോ ഷാപ്പിൽ വെള്ളം അടിച്ച് ഓഫായിട്ട് കിടക്കുകയാണ്. അതെങ്ങനെ രാവിലെ തന്നെ വെള്ളം അടിച്ച് ഓഫായി? ഇതൊക്കെ എങ്ങനെ മനസ്സിലായേ? ഞാൻ മൊബൈലിൽ വിളിച്ചു. അതൊക്കെ അപ്പൊ ഒരു പെണ്ണാണ് എടുത്തത്. അവള് പറഞ്ഞു ഒന്നുകിൽ പരിധിക്ക് പുറത്താണ് അല്ലെങ്കിൽ ആൾ ഓഫാണെന്ന് പറഞ്ഞു. അതെ, റേഞ്ച് ഇല്ലാണ്ടാണ്. ബീരാനിക്കാക്ക് റേഞ്ച് ഇല്ലാന്ന് നീ എങ്ങനെ അറിഞ്ഞേ? അല്ല, ഞാൻ ആ റേഞ്ച് അല്ല ഉദ്ദേശിച്ചത്, ഇത് മൊബൈലിന്റെ റേഞ്ച്. അത് തന്നെയല്ലേ ഞാനും പറയണത്. ബീരാനിക്ക റേഞ്ച് ഇല്ലാണ്ട് ഹൈ റേഞ്ചിലേക്ക് മാറാൻ നടക്കണം. അപ്പോഴാണ് ഈ ചെറുക്കൻ ഇങ്ങനെ പറയണേ. അത് ശരി. അത് തന്നെയല്ല മോനെ, ഞങ്ങൾ തമ്മിൽ ഒക്കൂല. കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പാമ്പും കീരിയപ്പ. പാമ്പും കീരിയ? ഞങ്ങൾ തമ്മിൽ നേരിട്ട് കണ്ടാ മതി, അപ്പ പാമ്പും കീരിയ. എന്നിട്ട് ആൾക്കാർ പറയുന്നത് നിങ്ങൾ വളരെ സ്നേഹത്തിലാണെന്നാണ് പറയുന്നത്. സ്നേഹത്തിനൊന്നും കുറവില്ല, പക്ഷെ ഞങ്ങളുടെ നാള് തമ്മിൽ ചേരൂല. എന്നിട്ട് എന്ത് ചെയ്തു? ഏതാ നാള്? ഞാനൊരു നാള് നോക്കണ ആളുടെ അടുത്ത് പോയി. അപ്പൊ അയാള് പറഞ്ഞു നാളിന്റെ കുഴപ്പമാണ്. നാളിന്റെ കുഴപ്പ? ഇത്തട നാള് ഏതാ? എന്റെ നാളിന് കുഴപ്പമില്ല. ഏതാ നാള്? എന്റെ നാള് മകം. മകം പറഞ്ഞ മങ്കി അല്ല മങ്ക. അങ്ങനെ പറ. മകം പറഞ്ഞ മങ്ക കലം തുറന്നിരിക്കുന്നാണ്. പക്ഷെ ഇക്കാട നാളിനാണ് കുഴപ്പം. ഇക്കാട നാളേതാ? ആയില്യം. ആയില്യം, ദൈവമേ, സൂപ്പർ നാളല്ലേ ആയില്യം. നല്ല പാമ്പായിരിക്കും. പാമ്പാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പാമ്പാണെങ്കിൽ ഒന്ന് കൊത്തണം, അല്ലെങ്കിൽ ഒന്ന് ചീറ്റണം, അതല്ലെങ്കിൽ പത്തിയെങ്കിലും വിടർത്തണം. ഇത് ചുമ്മാ വേലിയുമ്പോ ചുറ്റി പണിഞ്ഞ് നടന്നിട്ട് പാമ്പാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടാ? അത് പോട്ടെ. അല്ല, പിന്നെ 5-6 പിള്ളേരൊക്കെ ഉണ്ടായി. അതെ, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പ്ലാവാകുമ്പോ എല്ലാ കൊല്ലം ചക്ക ഉണ്ടാവും. അതിന് ഉടമസ്ഥൻ വല്ല വളമിട്ടിട്ടാണ്. അല്ല, ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിയിലേ, എവിടുന്ന് വരുന്ന വഴി ഒരു വലിയൊരു ഫ്ലക്സ്. ഇക്കാക്കിപ്പോ വോളിബോൾ ടൂർണമെന്റ് നടത്തല പരിപാടി. വോളിബോളാ? ഇവിടുത്തെ പാലാ ഫെസ്റ്റിലെ പരിപാടി കണ്ട ഇപ്പൊ പുള്ളി ഇപ്പൊ നാട്ടിലുള്ള പിള്ളേരെയൊക്കെ കൂട്ടിയിട്ട് ഡെയിലി വോളിബോൾ ടൂർണമെന്റ് ആണോ? അത് ശരി. അല്ല, അപ്പൊ നന്നായി കളിക്കോ? എല്ലാ ദിവസവും കളിയല്ലേ. ഇന്നലത്തെ കളി എങ്ങനെ ഉണ്ടായി? ഇന്നലെ എന്ന് പറഞ്ഞാൽ ബാക്ക് വെക്കണ ഔക്കാദ് കുട്ടിയുള്ള സർവീസ് ചെയ്ത് ഔക്കാദ് കുട്ടിയിൽ നിന്ന് ജമാലിന്, ജമാലിൽ നിന്ന് ഖാദറിന്, ഖാദറിൽ നിന്ന് പോക്കറിന്റെ, പോക്കറിൽ നിന്ന് അഹമ്മദിന് കിട്ടി, അഹമ്മദ് പോക്കിയിട്ട് ഒരൊറ്റ പോയിന്റ് ആയില്ല. പിന്നെ കലുങ്കം മേടിച്ച് പുറത്തേക്ക് പോയി. ഇത് ഏത് കളിയുടെ കാര്യം പറഞ്ഞു? കളിയുടെ കാര്യമല്ല പറഞ്ഞ. പിന്നെ ഇന്നലെ ടൂർണമെന്റ് നടത്തിയ പിള്ളേരെ കൂടി ഇക്കാനെ പോക്കിയിട്ട് ഇടിച്ച കാര്യം പറഞ്ഞതാ. അത് ശരി. എനിക്ക് ഇത്തരം ഒരു തമാശ കേൾക്കുമ്പോ എനിക്ക് നീ എന്താ ഈ പോസ്റ്റിന് സ്റ്റേ കൊടുത്തേക്കണ തോളത്തേക്ക്? നീ ഇങ്ങനെ തോളത്തിട്ട് മ്ലാമ്പല്ലേട്ടാ. എനിക്ക് എപ്പോഴും കൺട്രോൾ കിട്ടിയെന്ന് വരൂല. അത് മാത്രമല്ല, ഇക്ക ഇപ്പൊ നമ്മളിവിടെ ഇങ്ങനെ നിക്കണ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാ ഇക്കാക്ക് ഇപ്പൊ ഭയങ്കര സംശയമല്ലേ? അള്ളാ വന്നുണ്ട് പുള്ളേ. ഇക്കത്തെ സംശയമാണ്. നിന്നെ വെട്ടി തുണ്ടാക്കി കളി. എവിടെയെങ്കിലും പോയി ഒളിച്ചോ? ഞാൻ എവിടെ പോയി ഒളിക്കാൻ? രക്ഷപ്പെട്ടോ നീ എവിടെയെങ്കിലും? ഞാൻ എവിടെ പോയി ഒളിക്കും? മിണ്ടല്ലേ മിണ്ടല്ലേ. നീ ഒരു കാര്യം മുണ്ടയിക്കട ചെയ്താനാ ഞാൻ. ഇങ്ങോട്ട് വാ, അപ്പുറത്തേക്ക് വാ. നീ എന്നിട്ട് ഈ അയേമ മുണ്ട് കിടക്കണത് ഇങ്ങനെ പിരിച്ചു പിടിച്ചിട്ട് അതിന്റെ മറയിലവിടെ നിന്നോ. മുഖം കാണിക്കല്ലേ. വാതിൽ തുറന്ന് പോരെ.
എന്താണ് ഒരു വളിച്ച ചിരി? അത് ഇന്നലെ ഇട്ടതാ, അതാ നേരം വെളുത്തപ്പോ വളിച്ചു പോയേ. ചിരി വരെ വളിച്ചു പോയിട്ടാ. വെറുതെ വന്ന് ചവിട്ടെന്ന് പറയാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു? എന്ത് തെറ്റ് ചെയ്യുന്ന എടി ചെയ്താന് നമ്മളപ്പോ ഒന്നും അറിയില്ല എന്ന് എന്റെ വിചാരം. അല്ല, ഇത് പറഞ്ഞാ പഠിച്ചോനെ നമ്മളെന്ന് ഇത് പറഞ്ഞോന്നാ ഫോട്ടോ എടുക്കാൻ വേണ്ടി വഴി ആൾക്കാർ കുടുംബത്തിൽ കയറി ഇറങ്ങി പോണം അല്ലേ? എടുത്തു കഴിഞ്ഞു. ഒരു കാര്യം പറഞ്ഞേക്കാം, ഈ തോർത്ത് കിരിതരാണ്. ഈ തോർത്ത് കിരിതരാണ്. നേരം വെളുക്ക വീട്ടിൽ വന്ന് ഓരോ പ്രശ്നമായിട്ട് അങ്ങനെ തുടങ്ങി. ഈ തോർത്ത് കിരീതല്ലേ? നമ്മുടെ നിക്കാഹിന് മേടിച്ച് ഈ തോർത്ത് കിരീത ആരാണ് നമുക്കറിയണത്? അത് കുഞ്ഞപ്പൻ കിരീത. ആര് ആര് കിരീത്? എന്റെ മനുഷ്യനെ ഈ തോർത്ത് കീറിയ കാര്യമല്ലേ? അതല്ലേ പറഞ്ഞ കുഞ്ഞപ്പൻ കിരീതാന്ന്. കുഞ്ഞപ്പൻ കീറിയ ആരടി കുഞ്ഞപ്പൻ? ആരടി കുഞ്ഞപ്പൻ? അത് ശരി, നമ്മളില്ലാത്ത സമയത്ത് കുഞ്ഞപ്പൻ വന്ന് തോർത്ത് കീറിക്കിട്ട് പോവാന്ന് പറഞ്ഞാൽ നടക്കണ കേസാണ്. എന്റെ മനുഷ്യനെ നിങ്ങൾ കാട് കീറി ഇങ്ങനെ മെഗാ സീരിയലിന്റെ കഥ എഴുതുന്നവര് പോവല്ലേ? തോർത്ത് കീറിയ കാര്യമല്ലേ? അതെ. ഇത് ഞാൻ കുളിക്കാൻ നേരത്ത് കുഞ്ഞപ്പൻ കീറിയതാ. കുളിക്കണ നേരത്ത് കുഞ്ഞപ്പൻ കീറിയത്. അപ്പൊ നീ കുളിക്കണ നേരം നോക്കിയിട്ട് കുഞ്ഞപ്പൻ വന്നിട്ട് തോർത്ത് കീറാന്ന് പറഞ്ഞ നടക്കണ അവന്റെ വീട് എവിടെ? പറഞ്ഞ അവനെ പറയട്ടെ. പറ. ഈ തോർത്ത് കീറിയ കാര്യമല്ലേ? ഈ തോർത്ത് എടുത്തുകൊണ്ട് ഞാൻ കുളിക്കായിരുന്നു. ഇപ്പൊ സോപ്പ് വെള്ളത്തിൽ പോയി. അപ്പൊ ഇങ്ങനെ കുഞ്ഞപ്പ അങ്ങനെ ഇങ്ങനെ കുഞ്ഞപ്പ മൂട് കീറിപ്പോയതാണ്. അത് ശരി, കുളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നീ കുനിഞ്ഞപ്പ കീറിപ്പോയി. കുഞ്ഞപ്പ ഇടി ചെയ്താനെ ഒന്നല്ല ഈ പല്ല് തേക്കണം, അല്ലെങ്കിൽ നാക്ക് പഠിക്കണം. അല്ലാണ്ട് നീ കുഞ്ഞപ്പൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. അതല്ലേ ഞാൻ പറഞ്ഞ കുഞ്ഞപ്പ കീറിയതാണ്, കുഞ്ഞപ്പ കീറിയതാണ്. നീ ശരിയല്ലട്ടാ, നിന്റെ നാക്ക് നിന്റെ നോട്ടം ശരിയല്ലല്ലത്. നിങ്ങളുടെ കണ്ണിനാണ് കുഴപ്പം, കോങ്ങണ്ണല്ലേ? അതെ, കോങ്ങണ്ണ. പുറത്ത് ചെരുപ്പ് എടുക്കണ ആരാണ്? പുറത്തൊരു ചെരുപ്പ് എടുക്കണ പുറത്ത് ചെരുപ്പ് ഊരിട്ടുണ്ടാണ് ഇങ്ങനെ വന്നേ. ആര്? നിങ്ങളുടെ ചെരുപ്പല്ലേ അത്? നമ്മൾ ചെരുപ്പിടാറില്ല. പഠിച്ചോനെ, നിങ്ങൾ ഇൻസ്റ്റാൾമെന്റ് മേടിച്ച ചെരുപ്പല്ലേ അത്? നമ്മൾ ചെരുപ്പിടാതെ നിനക്ക് അറിയാൻ പാടില്ലേ? നിക്കാഹ് അന്ന് മുതൽ നമ്മൾ ചെരുപ്പിടാറില്ലല്ലോ. പഠിച്ചോനെ, നിങ്ങൾ കേക്കണ്ട. ഇത് വന്ന് കയറിയിട്ട് നമ്മുടെ മെക്കിട്ട് കയറാനായിട്ട് ഓരോ കാര്യാണ്ടിരിക്കേ. നീ എന്തെങ്കിലും നിരോധിക്കേണ്ട ആവശ്യം എന്താണ്? നിങ്ങളുടെ ചെരുപ്പാണ് അത്. ആണല്ല, നിന്നെ വിശ്വാസമുണ്ട്, അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കണം. വിശ്വസിച്ചല്ല? വിശ്വസിച്ച് നമ്മുടെ ചെരുപ്പാണത്. പടച്ചോന് നല്ല മുണ്ടാണുള്ളത്. വെള്ളമുണ്ട് തരരുത്. വെള്ളമുണ്ട് നിങ്ങളുടെ നമ്മുടെ അയ്യമ്മ ഇങ്ങനെ ഉണക്കാട്ടെ വിറക്കണ വെള്ളമുണ്ടാ? കഴിഞ്ഞ ചന്ദനക്കുടത്തിന് മേടിച്ച വെള്ളമുണ്ട്. ആര്? നിങ്ങൾ മേടിച്ചത്. ചെയ്താരെ കള്ളിത്തിരി നമ്മൾ കൊടുക്കാറ്. എന്റെ മനുഷ്യനാ നിങ്ങളുടെ മുണ്ടാണ്. നമ്മുടെ മുണ്ടല്ലേ? പഠിച്ചോനെ, ഇത് കേക്കണ്ട. നമ്മളൊരു കാര്യം പറഞ്ഞ നീ പറഞ്ഞുകൊണ്ട് മാത്രം നമ്മൾ വിശ്വസിക്കണം. നിങ്ങളുടെ മുണ്ടാണത്. നമ്മുടെ മുണ്ടാണ്. മാർക്കറ്റിൽ പോയിട്ട് നീ പറഞ്ഞില്ലേ ചീര മേടിക്കാൻ പറഞ്ഞില്ലേ? കോട്ടയത്തേക്ക് ബസ്സിൽ നിന്നുകൊണ്ട് പോണ ഒരാളാണ്. കോട്ടയത്തേക്ക് ബസ്സിൽ നിന്ന് പോണ ആളാ? ഇത് നമ്മുടെ കുടുംബമാണ്. നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ നിന്നിട്ട് കോട്ടയത്തേക്ക് ബസ്സിൽ പോണതാ. ഇത് നമ്മൾ വിശ്വസിക്കരുത്. അല്ല ഇത്ര നേരം പറഞ്ഞത് ഇക്ക വിശ്വസിച്ചില്ലേ? ഇതും കൂടെ ഒന്ന് വിശ്വസിക്ക. Welcome to the world of Ellie Brand Show. ഈ നിൽക്കുന്ന താരസുന്ദരി ആരാണെന്നറിയണ്ടേ? ഇതാണ് മാർഗരറ്റ് പെറ്റനീറ്റോ. PVC പൈപ്പ് കടഞ്ഞ കഴുത്തും ടെലിഫോൺ പോസ്റ്റിനെ വെല്ലുന്ന പൊക്കവും കാച്ചിയ പപ്പടത്തിന്റെ നിറവുമുള്ള ഇവരുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താണ്? ചിട്ടയോടെ ചെയ്യുന്ന വ്യായാമവും എയറോബിക്സും. അതീവ സുന്ദരിയായ ഇവരെ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇന്നിവർ പരിചയപ്പെടുത്തുന്ന പ്രൊഡക്റ്റ് എന്താണെന്ന് അറിയണ്ടേ? കേട്ടു നോക്കൂ. നിങ്ങൾ എന്റെ സൗന്ദര്യം കണ്ട് ഭ്രമിച്ചിരിക്കുകയാണല്ലേ? ഇനി എന്നെ വെല്ലുന്ന ഒരു സൗന്ദര്യധാമത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഒരു ഉത്തമ പുരുഷൻ.
അദ്ദേഹത്തിന്റെ ബയോഡേറ്റ കേട്ടാൽ ഏത് പെണ്ണിനും ഒന്ന് കാണാൻ തോന്നും. ആഫ്രിക്കൻ പോപ്പ് ഗായകൻ, റെസ്ലിംഗ് വിന്നർ, കരാട്ടെ, കുങ്ഫു, ജൂഡോ പരിശീലകൻ. കാണാൻ പോകുന്ന പൂരം ഞാൻ പറഞ്ഞറിയിക്കുന്നില്ല. Here comes Mr. Charles Remo. காதல் யானை வருகிற ரெமோ, மொத்த தந்தத்தில் முட்டுவன் ரெமோ, அப்பளை இதயங்கள் பத்திரம் ரெமோ, ராம்பாக் ரெமோ, தூக்கத்தை துரத்தும் டிராகன் ரெமோ, பூக்கள் வெடிக்கின்ற ஸ்டங்கன் ரெமோ, ரம்பைகள் ஹாட்டில் ரிங்டோன் ரெமோ, ரெயின்போ ரெமோ. Hi, Remo. Hi, how are you? I am fine. Who are you? இவன் மேகம் வீணெல்லாம் தடுமாறும். എന്തു പറ്റി ചാൾസ്? ഇന്നലെ കണ്ടതിലും കൂടുതൽ കറുത്തുപോയല്ലോ. വെരി ബ്ലാക്ക്. കറുപ്പിന് 7 അഴകാണ്. പക്ഷെ ബാക്കി 93 വെളുപ്പിനാണ്. അതിരിക്കട്ടെ ചാൾസ്, എന്താണ് വരാൻ വൈകിയത്? എനിക്ക് കരാട്ടയുടെ ഡെമോൺസ്ട്രേഷൻ ഉണ്ടായിരുന്നു. എവിടെ? കുന്നംകുളം ടൗൺ ഹാളിൽ. എന്ത് കിട്ടി? കണക്കിന് കിട്ടി. അയ്യോ, ചാൾസ് എന്താണ് തപ്പുന്നത്? നിനക്ക് തരാൻ എന്റെ കയ്യിൽ കിട്ടി. എന്ത്? മിഠായി. വിശേഷം വല്ലതും? പെങ്ങൾ പ്രസവിച്ചു. കുട്ടി? ആൺകുട്ടി, നല്ല തങ്കക്കട്ടി. പക്ഷേ ചാൾസിന്റെ മുഖത്ത് സന്തോഷം കാണുന്നില്ലല്ലോ. എങ്ങനെ സന്തോഷിക്കും? അതെന്താ? അവളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഇത്തരം സന്ദർഭങ്ങൾക്ക് ആനന്ദം പകരാൻ എലി ബ്രാൻഡിന്റെ പ്രോട്ടീൻ മിഠായി വാങ്ങിക്കൊടുക്കൂ. ഇതിന്റെ വില വെറും 999 രൂപ മാത്രം. ഒത്തിരി നേരം കൊണ്ട് നമ്മൾ ഇത്തിരി സംസാരിച്ചു. എന്റെ തൊണ്ട വളരുന്നു, അല്ല വരളുന്നു. ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ. ഇപ്പൊ കൊണ്ടുവരാം. നല്ല ചൂടുണ്ടായിരിക്കണം. ഇപ്പൊ കൊണ്ടുവരാം. അല്പം പഞ്ചസാര ഇട്ടോളൂ. ഇപ്പൊ കൊണ്ടുവരാം. ഇത്തിരി ചായപ്പൊടി കൂടി ഇട്ടോളൂ. എന്നാ പിന്നെ ചായ എന്നങ്ങ് പറഞ്ഞാ പോരെ? ഓ ചാൾസ്, ഇപ്പൊ കൊണ്ടുവരാം. അടുക്കളയിലെ പുകയും കരിയും പല സ്ത്രീകളുടെയും സൗന്ദര്യത്തെ നഷ്ടപ്പെടുത്തുന്നു. പാചകം ചെയ്യുക വഴി കൈകളുടെ മൃദുത്വം നഷ്ടപ്പെടാൻ ഇടയാകുന്നു. പക്ഷേ എനിക്കിതൊന്നും നഷ്ടപ്പെടുന്നില്ല. കാരണം ഞാൻ ഇതൊന്നും ചെയ്യാറില്ല. എല്ലാം ചെയ്യുന്നത് ചാൾസ് ആണ്. ഹായ്, മനോഹരമായ ചായ. ഇത് സാധാരണ ചായയല്ല, എലി ബ്രാൻഡിന്റെ പ്രോട്ടീൻ ചായ. ഇതിന്റെ വില 999 രൂപ മാത്രം. അല്ല, മാത്രം. ഓ ചാൾസ്, ഒരു കാര്യം മറന്നു. ഉണ്ണാനോ? അല്ല. ഉറങ്ങാനോ? അല്ല, വൃത്തികേടായിരിക്കുന്നു. ഞാനോ? അല്ല, എന്റെ തുണികൾ. എന്തു ചെയ്യണം ചാൾസ്? വെറുതെ ഇരിപ്പും വിശ്രമവും മാഡത്തിന്റെ ഹോബിയാണല്ലോ. അതും ഞാൻ തന്നെ ചെയ്യാം. ചാൾസ് പണിയെടുത്തു മരിക്കും. അല്ലെങ്കിലും മരിക്കും. എങ്കിൽ പിന്നെ പണിയെടുത്തു മരിക്കൂ ചാൾസ്. ഞാനൊരു പാവമാ. പക്ഷേ തുണി അലക്കാൻ പാകമാ. അയ്യോ, നോക്കൂ, അധ്വാനവും ചുറുചുറുക്കുമാണ് ചാൾസിന്റെ ആരോഗ്യ രഹസ്യം. അത് മറക്കണ്ട. അത് മാത്രമല്ല, ഇതൊന്നും ഞാൻ മറക്കില്ല. വയസ്സനായ ചാൾസിനെ ഞാൻ ഇന്നൊരു ചെറുപ്പക്കാരനാക്കും. എങ്ങനെ? ആദ്യം ഒരു ബക്കറ്റ് എടുക്കൂ. ഇനി എലി ബ്രാൻഡ്സിന്റെ ഒരു സോപ്പ് കട്ട എടുക്കൂ. വെട്ടി നുറുക്കൂ. ഞാനൊരു കൊലപാതകയായില്ലേ? എന്നെയല്ല, സോപ്പ് വെട്ടി നുറുക്കൂ. അത് ബക്കറ്റിലേക്കിടൂ. നന്നായി ഇളക്കൂ. ശക്തിയായി ഇളക്കൂ. കണ്ടോ? എന്ത്? പതാ. ഇനി അതെടുത്ത് കമത്തി കളയൂ. അതെന്തിനാ? ആദ്യം ബക്കറ്റിലെ അഴുക്ക് പോട്ടെ, പിന്നെയല്ലേ തുണി. തുണി അലക്കൊക്കെ വാഷിംഗ് മെഷീനിൽ പോരെ? പോരാ, ചാൾസ് ഒരു വാഷിംഗ് മനുഷ്യനാകണം. നോക്കൂ, ഇതിന് വൈദ്യുതി ചിലവില്ല, ഇന്ധന ചിലവില്ല, ഭക്ഷണ ചിലവ് മാത്രമേ ഉള്ളൂ. കുറച്ചു ഭക്ഷണം ഇട്ടുകൊടുത്താൽ മതി. ചാൾസ് പട്ടിയെ പോലെ പണിയെടുക്കും. ചാൾസ്
തുണി വാഷ് ചെയ്യാൻ എന്തു പൊടിയാണ് ഉപയോഗിച്ചത്? അഴുക്കിന്റെ മിത്രം തുണിക്കൊത്ത ശത്രു ഗോപാൽ പൽപ്പൊടി. അല്ല, പദപ്പൊടി. ഇതിന്റെ വില 999 രൂപ മാത്രം. എങ്ങനെയുണ്ട് ഞാൻ പരിചയപ്പെടുത്തിയ പ്രോഡക്റ്റ്? ഒരു പണിയും ആർക്കും വിട്ടുകൊടുക്കില്ല. എല്ലാം ചാൾസ് തന്നെ ചെയ്യും. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ചെയ്യിക്കും. മുറ്റമടിക്കാൻ, മാർക്കറ്റിൽ പോകാൻ, വെള്ളം കോരാൻ, വിറക് കീറാൻ, തുണി അലക്കാൻ, അടുക്കള പണി ചെയ്യാൻ ചാൾസ് എന്റെ കൂടെയുള്ളതിനാൽ ജീവിതം ഈസി. ഇപ്പോൾ മനസ്സിലായില്ലേ എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം? ചാൾസ്. അതെ, ഇതുപോലൊരു പ്രോഡക്റ്റ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതവും ഈസി. ഇതിന്റെ വില? ഇതിന് വിലയില്ല. അതെ, ഇത് സ്വന്തമാക്കാൻ പണച്ചെലവില്ല. നിങ്ങൾക്കും ഇത് സ്വന്തമാക്കാം. ഞാനിതിനെ സ്വന്തമാക്കിയത് വിവാഹത്തിലൂടെയാണ്. അതെ, ചാൾസ് എന്റെ പേരിന് ഒരു ഭർത്താവാണ്. കിടന്ന് തൊണ്ട കീറാതെ. എടാ ഒന്ന് പതുക്കെ പറയടാ, കേൾക്കുന്നവര് വിചാരിക്കും ഞാൻ ഇത്രയും നാള് തോറ്റു കിടക്കായിരിക്കും. എന്നായി പണ്ടാരക്കാരൻ തൊലഞ്ഞു പോട്ടെ. മാർജാരൻ, അല്ല മഹാരാജൻ, അങ്ങ് ഇന്നലെ കാണിച്ചത് ഒട്ടും ശരിയായില്ല. അങ്ങ് എന്തിനാണ് ഇന്നലെ വൈകുന്നേരം മട്ടുപ്പാവിൽ വെച്ച് പരസ്യമായി റാണിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചത്? പ്രജകൾ മൊത്തം കണ്ടു. വളരെ മോശമായി പോയി. നാം ഇന്നലെ വേട്ടയ്ക്ക് പോയിരിക്കുകയായിരുന്നല്ലോ. ഇന്ന് രാവിലെയാണ് നാം തിരിച്ചെത്തിയത്. ഇതാ യുവന്മാരുടെ കുഴപ്പം. നാം ഇല്ലാത്തപ്പോ ഓരോരുത്തന്മാര് വന്ന് ഓരോന്ന് കാണിച്ചു വെക്കും. അവസാനം പേര് ദോഷം നമുക്കും. അവിടുന്ന് മിനിസ്റ്ററോട് ഞാൻ മിണ്ടില്ല. രാജൻ, ഇങ്ങനെ കിടന്ന് കരയാതെ. ജനാർദ്ദന് ചിരിക്കാൻ ഇത് മതി. ജനാർദ്ദനോ? അല്ല, ജനത്തിന് ആർത്തി ചിരിക്കാൻ ഇത് മതിയെന്ന്. ഓഹോ, ആ മന്ത്രി എന്താണ് പതിവില്ലാതെ കയ്യിലെന്തോ സാധനമായിട്ട്? ഇത് പ്രസാദം. ആർക്ക്? അവിടത്തേക്ക്. എവിടത്തേക്ക്? അല്ല, അവിടെ തേക്കാൻ. ഇവിടെ തേക്കാനൊന്നും പറ്റില്ല. ഇവിടെ നിന്ന് മാത്രമല്ല, ഈ കൊട്ടാരത്തിന്റെ ഒരു സ്ഥലത്ത് തേക്കാൻ പറ്റില്ല. നല്ല വില കൂടി പെയിന്റ് അടിച്ചിട്ടൊക്കെ തേക്കാവുന്ന ഒരു സാധനം പ്രസാദം. മഹാരാജൻ, മഹാരാജൻ, എന്താ പടാ? അന്തപുരത്തിന് തീ പിടിച്ചു മഹാരാജൻ. എന്നിട്ട് ഇവിടെ സംഭവിച്ചോ? കത്തി നശിച്ചു മഹാരാജൻ, കത്തി നശിച്ചു. എന്റെ ഭാഗ്യം. അന്തപുരത്തിന് തീ പിടിച്ചിട്ട് ഒരു കത്തി മാത്രമല്ലേ നഷ്ടമുള്ളൂ? ആട്ടെ, അവിടെ വറുത്തു വെച്ചിരുന്ന മത്തിക്ക് എന്തെങ്കിലും? ഇല്ല മഹാരാജൻ. ഓ, വെരി ഗുഡ്. മിനിസ്റ്റർ, ഒരു കാര്യം ചെയ്യൂ. നമ്മുടെ പടവാളെടുത്ത് കത്തി പണിയാനുള്ള ഏർപ്പാട് ചെയ്യൂ. പടവാളിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നാം നമ്മുടെ ഉടവാളിന്റെ കാര്യം ഓർത്തത്. മന്ത്രി, നമ്മുടെ ഉടവാൾ എവിടെയോ വെച്ച് മറന്നുപോയി. എവിടെയാണെന്ന് എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. പിടികിട്ടി മഹാരാജൻ, പിടികിട്ടി. പിടി മാത്രം കിട്ടിയിട്ട് ഒരു കാര്യമില്ല. കിട്ടുന്ന മുഴുവനായി കിട്ടണം. നീ പോയി അന്വേഷിച്ചിട്ട് വരൂ. ഉരുൾ പോലെ. അല്ല, അരുൾ പോലെ. ഒന്നിനൊരു വിദ്യാഭ്യാസം ഇല്ല, നാക്കും പഠിക്കൂല. എന്താ ചെയ്യ ദൈവമേ. ഹലോ ഹലോ. മന്ത്രി, ഞാൻ എത്ര ട്രൈ ചെയ്തിട്ടും റാണിയെ കിട്ടുന്നില്ല. മന്ത്രി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല രാജൻ, രാജാവായ അങ്ങ് ട്രൈ ചെയ്തിട്ട് കിട്ടുന്നില്ല. പിന്നെയാണോ മന്ത്രിയായി ഞാൻ? അതെ രാജൻ, നമുക്ക് കുട്ടികൾ ജനിക്കുന്നെങ്കിൽ 2 കുട്ടികൾ വേണം. പോരാ, 3 കുട്ടികൾ വേണം. വേണ്ട, 2 എണ്ണം മതി. അല്ല, 3 കുട്ടികൾ വേണം. അതെന്തിനാ 3 കുട്ടികൾ? 2 എണ്ണം കൂടി അടിപിടി കൂടുമ്പോ പിടിച്ചു മാറ്റാൻ നിന്റെ അപ്പം പരിപാടി. അതുകൊണ്ട് 3 കുട്ടികൾ വേണം. പൊന്മാനെ, പൊന്മാനെ, പൊന്മാനെ. പൊന്മാനോ? അല്ല, പൊന്നേമാനെ എന്ന് വിളിച്ചതാ. ഓന്തോ? ഓന്തോ എവിടെ? ഓ, എന്തോന്ന് വിളിച്ചതാ. ഓഹോ, ഞാൻ പേടിച്ചു പോയല്ലോ. അതെ രാജൻ, ഈ ബടൻ ഇന്നലെ എന്റെ മുഖത്ത് നോക്കി കാണ്ടാമൃഗം എന്ന് വിളിച്ചു. ഓഹോ, അത്രക്കായോ? എടാ രാജൻ,
അടിക്കണ്ടായിരുന്നു, ഒന്ന് വിരട്ടിയാൽ മതിയായിരുന്നില്ലേ? എന്നാലും അതല്ലല്ലോ, ഇവന് കണ്ടാമൃഗത്തെയും മരപ്പട്ടിയെയും കണ്ടാൽ തിരിച്ചറിഞ്ഞൂടെ? അതെ അതെ. എന്തിനാ എന്നെ ഇങ്ങനെ കളിയാക്കുന്നത്? ഞാൻ നിറകുടം പോലെ ഒരു പെണ്ണല്ലേ? ഇതാണോ നിറകുടം? അണ്ടാവിനെ നിങ്ങളുടെ നാട്ടിൽ നിറകുടമെന്നാണോ പറയുന്നത്? പറയൂ റാണി, പറയൂ. പടോ, എന്താ പുറത്തൊരു ശബ്ദം കേൾക്കുന്നത്? അത് വേട്ടയ്ക്ക് പോയ സേനാനായകൻ തിരിച്ചു വരുന്ന ശബ്ദമാണ്. പടോ, എന്താ തീ കൊണ്ടുപോകുന്നത്? അത് സേനാനായകൻ പിടിച്ച പുലിയാണ് പ്രഭു. ഓഹോ, അപ്പോൾ ദാ കൊണ്ടുപോകുന്നതോ? അത് പുലി പിടിച്ച സേനാനായകൻ. ഓഹോ, അപ്പോൾ സേനാനായകന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. മന്ത്രി. എന്താ രാജൻ? തന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണ് തമ്പുരാൻ? മന്ത്രിക്കറിയാമല്ലോ, കുട്ടികളില്ലാത്തതിനാൽ നാം അതീവ ദുഃഖിതരാണ്. നമുക്കത് അറിയാം രാജൻ. അങ്ങയുടെ ദുഃഖത്തിന് പരിഹാരം കാണാൻ ഇനി ഒരാൾക്കേ സാധിക്കും. ആരാണ് മന്ത്രി അത്? നമ്മുടെ കൊട്ടാരം രാജഗുരു പാതാളം ഭൈരവൻ. ശരി, എങ്കിൽ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ നമ്മുടെ മുന്നിൽ കത്തിക്കാൻ പറയൂ. കത്തിക്കാൻ? അല്ല, എത്തിക്കാൻ പറയും. പണ്ടാളങ്ങ് നാക്കി ഈടേറ്റ് പോഴങ്ങളില്ലല്ലോ. രാജൻ പറഞ്ഞു തീർന്നില്ല, ദാ ഗുരു എത്തിയല്ലോ. ഗുരു, നമ്മെ ഒന്ന് അനുഗ്രഹിക്കണം. നന്നായി വരും. ഞാനും എൻ്റെ കുടുംബവും. ആട്ടരാജൻ, എന്തിനാ എന്നെ വിളിപ്പിച്ചത്? അങ്ങേക്കറിയാമല്ലോ, 25 വർഷമായി നമുക്ക് കുട്ടികളില്ലാന്ന്. നമുക്കല്ല, നിനക്ക്. അതാദ്യം മനസ്സിലാക്കണം. എനിക്ക് പലയിടത്തായിട്ട് 10-16 ഉണ്ട്. പിന്നെ ഒരവസരം കൂടി തന്നാൽ. വൃത്തികെട്ടവനെ പോക്കറി തരം പറയുന്നോടാ. ഓ, അതല്ല, ഒരവസരം തന്നാ ഞാനൊരു ഉപായം പറഞ്ഞു തരാമെന്നാ പറഞ്ഞത്. ഒരടി വേസ്റ്റ് ആയി പോയി. സോറി ഗുരു. പറയൂ. രാജൻ, എന്റെ കയ്യിൽ ഒരു മരുന്നുണ്ട്. ആ മരുന്ന് കഴിച്ചവരാരും ഇതുവരെ പരാതി പറഞ്ഞിട്ടില്ല. ശരിയാ, മരിച്ചു കഴിഞ്ഞ പിന്നെ എങ്ങനെയാ പരാതി പറയുന്നത്? ഗുരു, എനിക്കൊരു ആഗ്രഹമുണ്ട്. ആ ജാഹരൻ കണിയാനെ വിളിച്ച് റാണിയുടെ മോദകം ഒന്ന് കാണിക്കണം. എന്നാ? അല്ല, ആ മോഹൻ കണിയാനെ വിളിച്ച് റാണിയുടെ ജാതകം ഒന്ന് കാണിക്കണം. എന്തിന്? ഈ ഗുരു ഇവിടെ ഉള്ളപ്പോ അതിന്റെ ഒരാവശ്യവുമില്ല. രാജൻ, ആ റാണി എവിടെ? 3 ആണി ഭിത്തി തറച്ചിട്ടുണ്ട്. ബാക്കിയുള്ള 3 ആനയും കൊണ്ട് ആ പണം പോയി. ഓ, അതല്ല, റാണി എവിടെന്ന്? ഓഹോ, ഞാൻ തെറ്റിദ്ധരിച്ചു. രാജൻ, അങ്ങേക്ക് കുട്ടികൾ ഉണ്ടാകാത്തത് എന്താണെന്ന് ഞാനിപ്പോ ഗുണിച്ചു പറയാം. അല്ല, ഗണിച്ചു പറയാം. പക്ഷേ റാണിയുടെ ഇപ്പോഴത്തെ നീളവും നക്ഷത്രവും അറിയണം. പിന്നെന്താ, 5.5 സെന്റിമീറ്റർ മൂലം പൊക്കം നക്ഷത്രം. അല്ല, 5.5 സെന്റിമീറ്റർ പൊക്കം മൂലം നക്ഷത്രം. ഓ, അങ്ങനെ. രാജൻ, ഇനി റാണിയുടെ കുചൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. ആരെവിടെ? എത്രയും പെട്ടെന്ന് റാണിയുടെ കുചനെ കണ്ടുപിടിച്ച് നമ്മുടെ മുമ്പിൽ ഹാജരാക്കൂ. ഷോ, അതല്ല രാജൻ. ഗ്രഹത്തിന് വെളിയിൽ ശുക്രൻ കിടന്ന് കറങ്ങുന്നതിനാൽ ചന്ദ്രന്റെ നോട്ടം അത്ര ശരിയല്ല. ഓ, അത് സാരമില്ലെന്നേ. ശുക്രൻ അളിയനെ നമുക്ക് പറഞ്ഞു വിലക്കാം. പിന്നെ ചന്ദ്രന്റെ നോട്ടം അത് അവന് കോങ്കണ്ണുള്ളത് കൊണ്ടാ. ഇതൊക്കെ ആരോട് പറയാൻ? ഇനി രാജാവിന്റെ ലഗ്നം എവിടെയാണെന്ന് അറിയണം. അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. അതൊക്കെ പഴയ സ്ഥലത്ത് തന്നെ ഉണ്ടെന്നേ. മഹാരാജൻ, മഹാരാജൻ, അങ്ങയുടെ മുത്തശ്ശി പടയിൽ നിന്ന് വീണു. എന്നിട്ട് വല്ലതും പറ്റിയോ? അതൊന്നും എനിക്കറിയില്ല. 4:30 ശവടക്കാന്ന് കേട്ടു. ഗുരുവേ, അങ്ങേക്ക് ഈ ഉള്ള വളകളുടെ കൂപ്പുകൈ വളകളകൾ. നിന്റെ ഒരു വളകളകൾ അങ്ങോട്ട് മാറിയില്ല. ഗുരുവേ, നമ്മുടെ ഈ ബന്ധം നാട്ടുകാരറിഞ്ഞാൽ ഇനി രാജാവ് കൊല്ലത്തേ ഉള്ളൂ. ഓഹോ, അപ്പം നിനക്ക് ഇവിടെ മാത്രമല്ല കൊല്ലത്തും രാജാവുണ്ടല്ലേ? ഭയങ്കരി. എന്റെ കണവാ. കണവാന്നോ? ഇത്രയും വില കുറഞ്ഞ മീനുകളുടെ പേര് പറഞ്ഞ് എന്നെ കൊച്ചാക്കല്ലേ രാജ്ഞി. ഗുരു, എനിക്കൊരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി രാജാവ് ആറ്റ് നോറ്റിരിക്കുകയാണ്. ഇതാ കുഴപ്പം. രാജാവ് വല്ല ആറ്റിൽ നോക്കിയത് അങ്ങനെ കുട്ടികളുണ്ടാവുന്നത്. ഇനി ഒറ്റ വഴിയേ ഉള്ളൂ. അങ്ങ് അകലെ ഹിമാലയ സാനുക്കളിൽ ഒരു വൈദ്യനുണ്ട്. അദ്ദേഹത്തിന്റെ പക്കൽ നിന്നും ഗർഭാരൂഢ പച്ചില എന്ന ദിവ്യ ഔഷധം കൊണ്ടുവന്ന് സേവിച്ചാൽ ഉടൻ കുട്ടികളുണ്ടാവും. ഉറപ്പ്.
അങ്ങനെയാണെങ്കിൽ ഈ ദൗത്യം നമുക്ക് മന്ത്രിയെ ഏൽപ്പിക്കാം. അതാ നല്ലത്. എടാ വരെ, മരുന്നിന് വേണ്ടി പോയ നമ്മുടെ മന്ത്രിയെയും രാജഗുരുവിനെയും കാണുന്നില്ലടവേ. പറഞ്ഞു തീർന്നില്ല, ദാ വരുന്നു മഹാരാജൻ അവർ. മന്ത്രി പോയ കാര്യം എന്തായി? എല്ലാം മംഗളമായി തന്നെ ഭവിച്ചു. ഇതാ ആ ദിവ്യ ഔഷധം. എത്രയും പെട്ടെന്ന് ഇത് കൊണ്ടുപോയി റാണിക്ക് കൊടുക്കാം. അരുത് രാജൻ, അരുത്. ഇത് റാണി അല്ല കഴിക്കേണ്ടത്. പിന്നെ അങ്ങ് വേണം കഴിക്കാൻ. എന്ത്? അതേ രാജൻ, ഇത് ആണുങ്ങളാണ് കഴിക്കേണ്ടത്. എങ്കിലേ പെണ്ണുങ്ങൾ പ്രസവിക്കൂ, അതും ഉടൻ തന്നെ, ഇമ്മീഡിയറ്റ്. ശരി, എല്ലാ ദൈവങ്ങളെയും മനസ്സിൽ ധ്യാനിച്ച് നാം ഇത് കഴിക്കാൻ പോകുകയാണ്. മഹാരാജൻ, എനിക്കും ഒരു സങ്കടം ഉണർത്തിക്കാനുണ്ട്. അങ്ങേക്കറിയാമല്ലോ, എനിക്കും എൻ്റെ ഭാര്യയ്ക്കും കുട്ടികളില്ലാത്തത് കൊണ്ട് ഞങ്ങളും അതീവ ദുഃഖിതരാണ്. അതുകൊണ്ട് അങ്ങൊന്ന് കുനിഞ്ഞ് അല്ല കനിഞ്ഞ് എനിക്ക് അല്പം മരുന്ന് തരാൻ സന്മനസ്സുണ്ടാവണം. മഹാമന്ത്രി, അങ്ങയുടെ പുത്രദുഃഖം നാവും മനസ്സിലാക്കുന്നു. ഇതാ, ഇതിൽ നിന്നും അല്പം എടുത്ത് താങ്ങിക്കൊള്ളൂ. മഹാരാജൻ, അങ്ങയുടെ പത്നി റാണി പ്രസവിച്ചു ഒരു ആൺകുട്ടി. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. എന്നെ കാണാൻ പറ്റണ്ടോ? കറുപ്പ് ഡ്രസ് ഇട്ടേക്കണേ, കുഴപ്പമില്ല. ചേട്ടൻ എടുക്കണ്ടെങ്കിൽ എടുക്കുക. ഇത് ഇങ്ങനെ പുറകെ യുദ്ധം നടക്കണ തോക്കും കൊണ്ട് എടുക്കണ്ട, എന്നെടുക്ക്. പാവ എടുത്ത ചേട്ടൻ, വാ. നാളെ മരിച്ചെന്നും പറഞ്ഞിടരുത്. ഓക്കെ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മിങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീ ചെമ്മീനേ പെണ്ണിന്റെ കൊട്ടലി നെയ്യുള്ള പിടയ്ക്കണമില്ലാതെ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മിങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീ ചെമ്മീനേ പെണ്ണിന്റെ കൊട്ടലി നെയ്യുള്ള പിടയ്ക്കണമില്ലാതെ. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. മീനും കൊണ്ട് 5-6 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. നേരം പോയി മീനും ചീഞ്ഞ് അന്നത്തെ കച്ചവടം വെള്ളത്തിലായി. നേരം പോയി മീനും ചീഞ്ഞ് അന്നത്തെ കച്ചവടം വെള്ളത്തിലായി. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീ ചെമ്മീനേ പെണ്ണിന്റെ കൊട്ടലി നെയ്യുള്ള മിടക്കിടമില്ലാതെ. നീ അങ്ങോട്ട് വരണമെന്നുണ്ട്, പക്ഷെ പറ്റില്ല, വരാൻ പറ്റില്ല. കച്ചവടം പോയല്ലോ കാശും പോയി. പെണ്ണ് ചീരിക്കണ കണ്ണന്റെ കച്ചവടം പോയല്ലോ കാശും പോയി. ചന്ദന ചോപ്പുള്ള പെണ്ണ് ചതിക്കണ കാര്യം നേരാണ്. ചന്ദന ചോപ്പുള്ള പെണ്ണ് ചതിക്കണ കാര്യം നേരാണ്. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീ ചെമ്മീനേ പെണ്ണിന്റെ കൊട്ടലി നെയ്യുള്ള പിടയ്ക്കണമില്ലാതെ. പകല് മുഴുവൻ പണിയെടുത്ത്
പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കള്ളും കുടിച്ച് എന്റെ മോളെ കഷ്ടത്തിലാകല വേല ഇതാ എന്റെ മോളെ കഷ്ടത്തിലാകല വേല ഇതാ പകല് മുഴുവൻ പണിയെടുത്ത് പകല് മുഴുവൻ പണിയെടുത്ത് പകല് മുഴുവൻ പണിയെടുത്ത് പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കള്ളും കുടിച്ച് എന്റെ മോളെ കഷ്ടത്തിലാകല വേല ഇതാ എന്റെ മോളെ കഷ്ടത്തിലാകല വേല ഇതാ കണ്ണ് കെട്ടിയ കണ്ണും കെട്ടും കുട്ടോളയോ വായും കെട്ടും കാര്യം കഴിഞ്ഞു മതി കളി വേല ഇതാ കാര്യം കഴിഞ്ഞു മതി കളി വേല ഇതാ കണ്ണ് കെട്ടിയ കണ്ണും കെട്ടും കുട്ടോളയോ വായും കെട്ടും കാര്യം കഴിഞ്ഞു മതി കളി വേല ഇതാ കാര്യം കഴിഞ്ഞു മതി കളി വേല ഇതാ Come on! പണ്ടത്തെ കാലം പോയി പെണ്ണുങ്ങള് പോലീസായി പണ്ടത്തെ കാലം പോയി പെണ്ണുങ്ങള് പോലീസായി ജാമ്യം കിട്ടുമ്പോൾ ലൈഫാകും വേല ഇതാ ജാമ്യം കിട്ടുമ്പോൾ ലൈഫാകും വേല ഇതാ പണ്ടത്തെ കാലം പോയി പെണ്ണുങ്ങള് പോലീസായി ജാമ്യം കിട്ടുമ്പോൾ ലൈഫാകും വേല ഇതാ ജാമ്യം കിട്ടുമ്പോൾ ലൈഫാകും വേല ഇതാ 5 മണിക്കൊത്തൊരു പെണ്ണ് പാവം പേട പാടും വെട്ട് പെക്കോലം പോലായില്ലട വേല ഇതാ പെക്കോലം പോലായില്ലട വേല ഇതാ പകല് മുഴുവൻ പണിക്കെടുത്ത് പകല് മുഴുവൻ പണിക്കെടുത്ത് കിട്ടണ കാശിന് കള്ളും കുടിച്ച് എന്റെ മോളെ കഷ്ടത്തിലാകല വേല ഇതാ എന്റെ മോളെ കഷ്ടത്തിലാകല വേല ഇതാ വീടാവനെ അല്ലേ വീടാവോ വരിക്കച്ചക്കട ചോള കണക്കിന് വരിക്കച്ചക്കട ചോള കണക്കിന് തുടുത്തൊരു കല്യാണി തുടുത്തൊരു കല്യാണി കൊടകരയിൽ കാവടിയാടുമ്പോ കണ്ടടി ഞാനൊരു മിന്നായും കണ്ടടി ഞാനൊരു മിന്നായും വരിക്കച്ചക്കട ചോള കണക്കിന് തുടുത്തൊരു കല്യാണി തുടുത്തൊരു കല്യാണി കൊടകരയിൽ കാവടിയാടുമ്പോ കണ്ടടി ഞാനൊരു മിന്നായും കണ്ടടി ഞാനൊരു മിന്നായും കാട്ടുള്ളി തുളക്കണ മൂർച്ചയുള്ളൊരു നോട്ടമ്മ മൂർച്ചയുള്ളൊരു നോട്ടമ്മ വിളിച്ചിട്ടല്ല ഞാൻ പറഞ്ഞിട്ടല്ല ഞാൻ വേല വേണ്ടടി കല്യാണി വേല വേണ്ടടി കല്യാണി വിളിച്ചിട്ടല്ല ഞാൻ പറഞ്ഞിട്ടല്ല ഞാൻ വേല വേണ്ടടി കല്യാണി വേല വേണ്ടടി കല്യാണി വരിക ചക്കട ചോള കണക്കിന് തുടുത്തൊരു കല്യാണി തുടുത്തൊരു കല്യാണി കൊടകരയിൽ കാവടിയാടുമ്പോ കണ്ടടി ഞാനൊരു മിന്നായും കണ്ടടി ഞാനൊരു മിന്നായും ചാട്ടുള്ളി തുളക്കണ മൂർച്ചയുള്ളൊരു നോട്ടമ്മ മൂർച്ചയുള്ളൊരു നോട്ടമ്മ വിളിച്ചിട്ടല്ല ഞാൻ പറഞ്ഞിട്ടല്ല ഞാൻ വേല വേണ്ടടി കല്യാണി വേല വേണ്ടടി കല്യാണി വേല വേണ്ടടി കല്യാണി വേല വേണ്ടടി കല്യാണി ചേട്ടാ ഹലോ നമസ്കാരം. ചേട്ടന്റെ പെണ്ണിന് വേണ്ടി 3 ചെറുക്കന്മാരെ ഞാൻ കൊണ്ടുവന്നില്ലേ? ആ അതുകൊണ്ടല്ലോ തനിക്ക് 3 പേരിട്ടേക്കണേ. അതവിടെ നിൽക്കട്ടെ. ഒന്നൊരു കളക്ടർ, ഒന്നൊരു പോലീസ് സൂപ്രണ്ട്, പിന്നെ ഒരു എഞ്ചിനീയർ. ഇങ്ങനെ 3 പേരെ കൊണ്ടു. ചേട്ടന്റെ മോക്കും ഇഷ്ടപ്പെട്ടില്ല. എന്താ കാരണം? ഞാനൊരു മിമിക്രിക്കാരനാ. എന്റെ മോളെ കെട്ടിക്കണമെങ്കിൽ ഞാനൊരു മിമിക്രിക്കാരനെ കൊണ്ടേ കെട്ടിക്കൂ. ചേട്ടാ മിമിക്രിക്കാരന് എന്ത് ക്വാളിറ്റി ഉണ്ടെന്ന് ചേട്ടൻ പറയണത്? എടാ അത്യാവശ്യം കഴിവുണ്ടെങ്കിൽ സിനിമയിൽ അഭിനയിക്കാം. പിന്നെ കുറച്ച് കഴിവാണെങ്കിൽ തന്നെ ടി വിയിൽ എന്തെങ്കിലും പരിപാടി അവതരിപ്പിച്ച് ജീവിച്ചു പോകാൻ പറ്റും. അതുകൊണ്ട്
ചേട്ടാ ആണല്ലോ. അതുകൊണ്ട് തന്നെ ചേട്ടന്റെ മോക്ക് പറ്റിയ ചേട്ടനും പറ്റിയ ഒരു സൂപ്പർ സുന്ദരൻ വീരശൂര പരാക്രമിയായ ഒരു മിമിക്രിക്കാരൻ ചെറുക്കനെ ഞാൻ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. ആണോ? പിന്നെ വീരശൂര പരാക്രമി ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ചെക്കനെ വിളിക്ക്. അയ്യോ, ഒരു പ്രശ്നമുണ്ട്. അവൻ മിമിക്രിക്കാരനാണ്. അതുകൊണ്ട് അവന്റെ രക്തത്തിൽ മിമിക്രി അലിഞ്ഞു ചേർന്നിരിക്കുന്നതുകൊണ്ട് മിമിക്രി ഭാഷയിൽ മാത്രമേ അവൻ സംസാരിക്കുള്ളൂ. അതുപോലെ മിമിക്രി ശൈലിയിൽ വിളിച്ചാലേ അവൻ വരത്തുള്ളൂ. മിമിക്രി ശൈലിയാ എന്ന് പറഞ്ഞ ചേട്ടാ, നമ്മൾ പേര് അനൗൺസ്മെന്റ് ചെയ്ത് ചേട്ടൻ വായിട്ട് മ്യൂസിക് ഇടണം. ഓ, മ്യൂസിക് ഇടണം. പിന്നെ ചെക്കനെ വിളിക്കും, ഞാൻ മ്യൂസിക് ഇട്ടോളാം. പ്രിയമുള്ളവരെ, ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു ഞങ്ങളുടെ ചെറുക്കൻ ശ്രീ കലാപം രായപ്പൻ. ഇതാണ് വീരശൂര പരാക്രമി എന്ന് പറഞ്ഞത്. ഒരു ക്രിമിയുടെ എത്രയല്ലുള്ളൂ? അങ്കിളെ ചെറുതായി പോയതാണോ കുഴപ്പം? അതെ, ആറ്റം ബോംബ് വളരെ ചെറുതായിരിക്കും, പക്ഷെ അപാരമായ സ്ഫോടക ശേഷിയായിരിക്കും. ഇതാണല്ലേ ട്രൂപ്പിന്റെ മാനേജർ. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ചെറുക്കൻ മിമിക്രിക്കാരനാണ്, മിമിക്രി ശൈലിയിലെ സംസാരിക്കത്തുള്ളൂ. ട്രൂപ്പിന്റെ മാനേജർ എന്ന് ചോദിച്ചാൽ ഗ്രഹനാഥനാണോ എന്നാണ് ചോദിച്ചത്. ഓ, ഞാൻ തന്നെ അപ്പൻ. അതെ, മൂന്നാനെ ഈ സ്റ്റേജൊന്നും ഒരു സുഖമില്ലല്ലോ. ഇവൻ ഇത് കൊള്ളവാക്കും. ഈ സ്റ്റേജ് എന്ന് ഉദ്ദേശിച്ച വീടിനെയാണ് ഉദ്ദേശിച്ചത്. ഇത് നമുക്ക് പൊളിച്ചു പണിയാം. വലിപ്പം ഇത്തിരി കൂടി പോയി, ഓട്ടോറിക്ഷ പിടിച്ച് വരേണ്ടി വരുന്നുണ്ട്. ഓ, ശരി ശരി. അല്ല, ഇയാൾ മിമിക്രിക്കാരൻ തെളിവെന്താ ഉള്ളത്? എന്ത് വേണം? എന്തുണ്ട്? കംപ്ലീറ്റ് കഴിവുകളാ. ആണോ? ഇവിടം തൊട്ട് ഇവിടം വരെ കഴിവാ. പക്ഷെ പിഴിഞ്ഞെടുക്കണം. ഇപ്പൊ തന്നെ നാരക പിഴിഞ്ഞ പോലെ ഇരിക്കണത്. ഇനി അതും കൂടെ വെസ്റ്റേൺ മ്യൂസിക്കിന്റെ സൗണ്ട് ഉണ്ട്. എന്താ? എന്റെ തൊണ്ട കൊണ്ട് ഒരു വെസ്റ്റേൺ മ്യൂസിക്കിന്റെ സൗണ്ട് ഇടും. സ്വന്തം തൊണ്ട കൊണ്ടാ? പിന്നെ വല്ലവന്റെ തൊണ്ട കൊണ്ട് എനിക്ക് മ്യൂസിക് ഇടാൻ പറ്റുമോ? ശരി ശരി. ഹലോ, അനൗൺസ് ചെയ്തു. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ ചെറുക്കൻ അവതരിപ്പിക്കുന്നു ശ്രീ വെസ്റ്റേൺ മ്യൂസിക്കിന്റെ സൗണ്ട്. ആരുടെ വെസ്റ്റേൺ മ്യൂസിക്കിന് ശ്രീ ചേർക്കണത്? ഇങ്ങോട്ട് വാ. അധികം ബഹുമാനമൊന്നും വേണ്ട കേട്ടോ. നീ കാരണം ഈ കല്യാണം കുളമാവാൻ ചാൻസ് ഉണ്ട്. അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി. താങ്ക് യു, താങ്ക് യു. പക്ഷെ ഇത് അടിപൊളിയാണ്. പക്ഷെ ഈ കൊക്കോപ്പുഴ ഇവിടെ കിടന്ന് എന്താ കാണിച്ചെന്ന് മനസ്സിലായില്ല. ബ്രേക്ക് ഓൺ ഡാൻസ്. എന്താണ് ബ്രേക്ക് ഓൺ ഡാൻസ് കളിച്ചേ? ഇതിന് കൊഴുപ്പേക്കാൻ വേണ്ടി. നിനക്ക് ബ്രേക്ക് ഓൺ ഡാൻസ്, ഞങ്ങൾക്ക് ഇത് തുമ്പി തുള്ളലാ. ഇത് വേണ്ട കേട്ടോ. ഹലോ ഹലോ ഹലോ, എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളായിരുന്നു. പക്ഷേ ഈ ഡിസ്കും ഡിസ്കും എന്ന് പറഞ്ഞാൽ എന്റെ മകൾക്ക് ചെലവിന് കൊടുക്കാൻ പറ്റുമോ? വേറെന്താ ഉള്ളത്? സുനാമിയുടെ സൗണ്ട് ഉണ്ട്. ഭയങ്കര സൗണ്ട്, വെറൈറ്റി ആയിരിക്കും. ചെവി പൊത്തി പിടിച്ചോ, ചെവിയൊക്കെ അടച്ചു പോകും. ശരി ശരി. കൊച്ചു കുട്ടികളൊക്കെ ഈ വീട്ടിലുണ്ടെങ്കിൽ അവരോട് ചെവി എടുത്തി പിടിച്ചോളാൻ പറ. പ്രിയമുള്ളവരെ, നമ്മുടെ ചെറുക്കൻ അവതരിപ്പിക്കുന്നു ശ്രീ സുനാമിക്ക് ശ്രീ ചേർക്കോ? നീ ആരാടാ? ശ്രീശാന്തിന്റെ അപ്പന? ശ്രീ ഇല്ലാത്ത സുനാമി. ഓ, ശരി ശരി. ഭയങ്കര മുണ്ട് ഈ പാന്റിൽ നോക്കി പിടിച്ചോ. ഇപ്പൊ രണ്ടും കൂടി എങ്ങനെ പറ്റണ? ചെവിയും പറ്റണം. ഇത് ആകെ രണ്ട് കൈയിലും വെള്ളം കയറി വരും. ഓ, ശരി ശരി. അത്രയ്ക്ക് പവർഫുൾ ആണ്. എടുത്തോ മോനെ. സുനാമിയുടെ സൗണ്ട്. ആക്ഷൻ ഇട്ടോ. ആക്ഷൻ എടുത്തുണ്ടോ? ഇത് കലക്കൂത്. വരവ് കണ്ടറിയാം. കലക്കൂത്. ആയി ഇട്ടോ. സൗണ്ട് ഇട്ടോ. സംഭവം കഴിഞ്ഞു. സൗണ്ട് ഇട്ടോ. തീർന്നു. ഞാനൊന്നും കേട്ടില്ല. ചെവി പൊത്തി പിടിച്ചിരിക്കല്ലേ, പിന്നെ എങ്ങനെ കേൾക്കാനാ? മനുഷ്യനെ കളിയാക്കരുത് പറയട്ടാ. അതെ, നല്ലൊരു സംഭവം കാണിച്ചപ്പോ എന്നെ കളിയാക്കി വിട്ടില്ലേ? എങ്ങനെയുണ്ട് സംഭവം? എങ്ങനെയുണ്ട്? ഇതുപോലത്തെ സംഭവം പറ്റില്ല. ഏതെങ്കിലും സിനിമാ താരങ്ങൾ അനുകരിക്കാൻ പറ്റുമോ? പിന്നില്ലേ. ഏത് സിനിമ നടനാ? എന്റെ ഹൈറ്റും വെയിറ്റും ഒക്കെ വെച്ചിട്ട് ഒറ്റ നടനേ ഞാൻ ചെയ്യുള്ളൂ. സുരേഷ് ഗോപി. ഭരത്ചന്ദ്രൻ IPS എന്ന് പറയുന്ന സിനിമയിലൂടെ സുരേഷ് ഗോപിയുടെ തിരിച്ചു വരവ് ഞാൻ ചെയ്യും. അതെങ്ങനെയത്? അവിടെ പോയിട്ട് തിരിഞ്ഞിങ്ങോട്ട് വരും. ഓ, ശരി ശരി. പോയിട്ട് വാ. ആക്ഷൻ ഇട്ടോണ്ട് വരണേ. മ്യൂസിക് ഉണ്ടോ? മ്യൂസിക് ഉണ്ട്. ഇവിടെ സുരേഷ് ഗോപി എന്ന് പറഞ്ഞിട്ട് പൂവങ്കോഴി പോണ പോലെയാണല്ലോ പോണത്. എന്താ ഇത്? കാട ഫ്രൈയാ? ആരെ വെടി വെച്ചേ? സ്വന്തം വെടി വെച്ചാണ്. സുരേഷ് ഗോപി എങ്ങനെ ചെയ്യണമെന്ന് ആണുങ്ങൾ കാണിച്ചു തരാം. അപ്പനറിയാമോ? ആ, അറിയാം. ശരി, മിമിക്രിക്കാരനല്ലേ? അതെ. ലേലം എന്ന ചിത്രത്തിൽ സുരേഷ് ഗോപി. ലേലം വിളിക്കാൻ പോണോ? അല്ല, സുരേഷ് ഗോപി ലേലം എന്ന ചിത്രത്തിൽ ആനക്കാട്ടിൽ ചാക്കോച്ചിയായിട്ട്. ശരി ശരി, കാണിക്കും. കണ്ടോ? തിണ്ണമെടുക്ക കാണിക്കട്ടെ. പെണ്ണ് കാണാൻ വന്നുപോയില്ലേ? കാണിച്ചോ. അങ്ങ് പോലെ അങ്ങോട്ട് വാങ്ങണോ? എവിടെ പോവാനാ? ആണുങ്ങളിൽ ആണായ അബ്കാരി പ്രമാണി കടയാടി രാഘവൻ, the upcoming terror കടയാടി തമ്പി, the cruel cold blooded കുന്നേൽ ഔദക്കുട്ടി,
the aging but fearless boost icon കുന്നേൽ മത്തച്ഛൻ. എന്റെ അപ്പച്ചനെ പുറകിൽ നിന്ന് കുത്തിയത് ഈ കൂട്ടത്തിലേത് തന്തയ്ക്ക് പറക്കാത്തവനാണെങ്കിലും അവനൊക്കെ കൂടിക്കരിക്കുന്നതും വിധി പറയുന്നതും ചാക്കോച്ചി നേരിട്ടായിരിക്കും. തിരിച്ചു വരും. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. അടിപൊളി അടിപൊളി. കളിക്ക് കളിക്ക്. ചെറുക്കന് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അത്രയും പ്രോത്സാഹിപ്പിക്കത്തില്ല. മമ്മൂട്ടി നന്നായിരുന്നു. മിമിക്രി ഇതൊക്കെ നമ്മുടെ ആൾക്കാർ കുറെ കണ്ടിട്ടുള്ളതാ. തിരിച്ചു വരും, ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ ഒക്കെ. ഇതൊന്നും വേണ്ട, വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും കാണിക്ക്, കയ്യടി കിട്ടും. വെറൈറ്റി ആയിട്ട് വേണം. അതായത് ഒരു പുതിയൊരു വെറൈറ്റിയാ. എല്ലാ മനുഷ്യർക്കും ഓരോ മൃഗങ്ങളായിട്ട് സാമ്യമുണ്ട്. അങ്ങനെ എന്തെങ്കിലും കാണിക്കും. ഉദാഹരണത്തിന് ഈ മൂന്നാന കണ്ടാൽ അറിയാം ചിമ്പാൻസി ഉടലെടുത്താണ്. നിനക്കൊരു മൃഗത്തിന്റെ സാമ്യമുണ്ട്. പക്ഷേ ഇത് ഞാൻ വിശ്വസിച്ചു. നിനക്കൊരു മൃഗത്തിന്റെ സാമ്യമുണ്ട്. എന്നോട് പറയണ്ട, എനിക്കറിയാം. ഏതത്? കടിച്ചു കീറാൻ നിൽക്കുന്ന സിംഹം. സിംഗോ? ഞങ്ങളുടെയൊക്കെ നാട്ടില് മഴ പെയ്യുമ്പോ പാടവരമ്പത്ത് വന്ന് നിൽക്കാറുണ്ട്. മാക്കാന്തവളാന്ന് പറയും. ചെറിയൊരു ഷേപ്പ് ഉണ്ട്. ആണല്ലേ? അതിന്റെ ഇടയിലേക്കൊന്നും പോലെ 3 ദിവസം ബോധം ഉണ്ടാവില്ല. ഒന്ന് കഴുകിയിട്ടുണ്ടാ നിനക്ക് ഇതൊക്കെ? ഇപ്പൊ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പുലിയുടെ ലുക്കില്ലേ? മുന്നിൽ കഴുതയെന്നും കൂടെ ചേർക്കണം. കഴുതപ്പുലി, അത് കറക്റ്റാ. അപ്പൊ ഇതുപോലെ നമ്മുടെ ഏഷ്യാനെറ്റിലെ ഓരോ അവതാരകർക്കും ഓരോ മൃഗങ്ങളുമായിട്ട് സാമ്യമുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ കണ്ണാടി അവതരിപ്പിക്കുന്ന TN ഗോപകുമാർ കണ്ടിട്ടില്ലേ? അദ്ദേഹത്തിന് എരുമയുടെ ശബ്ദവുമായിട്ടാണ് സാമ്യം. TN ഗോപകുമാർ നോക്കിയോ? ഗൾഫ് ഗേറ്റ് ആണോ? മാന്യ പ്രേക്ഷകർക്ക് കണ്ണാടിയിലേക്ക് സ്വാഗതം. ഇനി കത്തുകളിലേക്കാണ്. പാലയിൽ നിന്നും നാസർ, ജാഫർ, ജോക്കർ, ബ്രോക്കർ എന്നിവർ അയച്ചിരിക്കുന്ന കത്താണ്. ഈ കണ്ണാടി വായിക്കുന്ന ചേട്ടൻ്റെ വായന കൊള്ളാം, പക്ഷെ താടി ഒന്ന് വടിച്ചു കളയണമെന്ന്. ഈ ആവശ്യത്തിലേക്ക് 2 രൂപയും അയച്ചു തന്നിട്ടുണ്ട്. മാന്യ പ്രേക്ഷകൻ സ്റ്റുഡിയോയിലോട്ട് നേരിട്ട് വരികയാണെങ്കിൽ ഇതിനുള്ള മറുപടി ഞാൻ ചെവിയിൽ പറയുന്നതാണ്. എന്തേ കാണിക്കണേ? ചാണകം ഇട്ടോ നോക്കിയതാ. അല്ല, നന്നായിട്ട് അമർന്നുണ്ട്. എന്നാ പിന്നെ അതുകൂടെ കാണിക്കും. വെറൈറ്റി എനിക്ക് മനസ്സിലാവാൻ ചെയ്യട്ടെ. വേറൊരാളുണ്ട്, നമ്മുടെ ജാസി ഗിഫ്റ്റ് എന്ന് പറയും. അദ്ദേഹത്തിന്റെ ശബ്ദം എരുമയുടെ പോലെയാ. അതെങ്ങനെയാന്ന് കണ്ടോ? എരുമ മൊത്തം കൊട്ടാഷം വിളിച്ചു. അതെ. കണ്ണാടി പുഴയിലെ വെള്ളാരം കല്ലുമായി മടിവാടം കെട്ടിയൊരുക്കിയ കെട്ടിക്കാലമോർത്തു ഞാൻ മധുരമാ. അച്ഛൻ നന്നായിട്ട് പാടുന്നുണ്ട്. ഗാനമേളക്കൊക്കെ പോകൂടെ? അയ്യോ, അത് വേണ്ട, മിമിക്രി അല്ലേ. ഇനി വേറൊരാളുണ്ട്, അതായത് നമ്മുടെ ഭാവി പ്രവചിക്കുന്ന ആളാ ഏഷ്യാനെറ്റിലൂടെ. ആറ്റുകാൽ രാധാകൃഷ്ണൻ എന്ന് പറയും. അനന്തം അജ്ഞാതമൊക്കെ അവതരിപ്പിക്കുന്നത്. അത് ഷാപ്പിലെ പൂച്ചയുടെ പോലെയാണ്, ഇങ്ങനെ നിൽക്കും. പൂച്ച തിരുവാതിര നക്ഷത്രക്കാർ പൊതുവെ തിരുവാതിര കളിക്കാരായിരിക്കും. അവർ തിരുവാതിര കളിക്കുമ്പോൾ മൂലസ്ഥാനം ഭൂമിയോട് ചേർന്നിരിക്കുന്നത് കൊണ്ട് മൂട് കീറിപ്പോകാൻ സാധ്യതയുണ്ട്. പരിഹാരമായിട്ട് കീറിപ്പോയ ഭാഗം കൈകൊണ്ട് പൊത്തിപ്പിടിച്ചാൽ മതി. രോഹിണി നക്ഷത്രം, രോഹിണിക്ക് രാത്രി ചന്ദ്രന്റെ ദൃഷ്ടിയുള്ളതുകൊണ്ട് രോഹിണി ഗർഭിണിയാകാൻ സാധ്യതയുണ്ട്. പരിഹാരമായിട്ട് രോഹിണി ചന്ദ്രന്റെ ദൃഷ്ടിയിൽപ്പെടാതെ സൂക്ഷിക്കുക. അമ്മയ്യപ്പനും ഭാവി മരുമകന്റെ ആദ്യത്തെ ഉപദേശമായിട്ട് കരുതിയാൽ മതി. അല്പം കൂടെ ഒക്കെ സ്റ്റാൻഡേർഡ് ആവാം. നിനക്ക് പറ്റിയൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അതായത് നമ്മൾ തമ്മിൽ അവതരിപ്പിക്കുന്ന ശ്രീകണ്ഠൻ നായർ, അത് പട്ടിയുടെ പോലെയാ. അന്ന് കണ്ടോ? മാന്യ പ്രേക്ഷകർക്ക് തമ്മിൽ തല്ലുന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് മലയാളികളുടെ ഇടയിലാണ്. ഇവരെ തമ്മിൽ തല്ലിക്കുക എന്നാണ് എൻ്റെ ഉദ്ദേശം. ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് വിട പറയാണ്. ഗുഡ് ബൈ. എന്തായാലും കഴിഞ്ഞോ സംഭവം? ഈ നമ്മൾ തമ്മിൽ അവതരിപ്പിക്കുന്ന ശ്രീകണ്ഠൻ നായർ ഇങ്ങനെയൊക്കെ പറഞ്ഞ ആർക്ക് വേണമെങ്കിലും കയ്യടി മേടിക്കാം. ശബ്ദം അങ്ങോട്ട് കൊടുക്കണം, കയ്യടി ഇങ്ങോട്ട് കിട്ടണം. അങ്ങനത്തെ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരേ ഒരു സൂപ്പർ സ്റ്റാർ ഉള്ളൂ. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ദിലീപ്. ഹലോ, ഞാൻ പറയാം. മറ്റേ ഹിന്ദിയിലെ മൃദുക്ക് ദോഷം ഹിന്ദിയിലെ അത് പറഞ്ഞു വരുമ്പോ നേരം അച്ഛൻ പറഞ്ഞു. ഈ ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ മലയാളികൾ കോൾമേർ കൊള്ളും. അത്രക്ക് സൂപ്പർ സ്റ്റാർ. കുറെ നാളായി രോമാഞ്ചം കൊണ്ടിട്ട്. കേട്ടോ? കട്ട്ലറ്റ് ജ്വല്ലറി ജനകോടികളുടെ അസ്വസ്ഥ സ്ഥാപനം. ഗൾഫിലെ കേരളം എന്നറിയപ്പെടുന്ന സലാലയുടെ ഹരിതാബയിൽ ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നു പുതിയ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ്. കട്ട്ലറ്റ് ജ്വല്ലറി ജനകോടികളുടെ അസ്വസ്ഥ സ്ഥാപനം. കൊള്ളാം കൊള്ളാം കൊള്ളാം. അച്ഛന്റെ മാസ്റ്റർ പീസ് ഇട്ടല്ലോ. ഇനി ഞാൻ എന്റെ മാസ്റ്റർ പീസ് ഇടാം. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം എനിക്ക് പെണ്ണിനെ തന്നാ മതി. തീർച്ചയായിട്ടും. ഓക്കെ. ട്രെയിനിന്റെ ശബ്ദം ശരി ശരി ശരി. അനൗൺസ് ചെയ്തു. പ്രിയമുള്ളവരെ, നമ്മുടെ ചെറുക്കൻ അവതരിപ്പിക്കുന്നു ശ്രീ
വേണ്ട. വേണ്ട വേണ്ട വേണ്ട. അതെന്താ? ട്രെയിൻ കൂവിയതാ. ആ വണ്ടി വിട്ടോ. അതെന്താടോ? വിസിലടിക്കാ പോകാൻ പറ്റില്ല. അതെന്താ? ഗ്യാസ് പോയി. നിന്റെ ട്രെയിനിന്റെ ആ വണ്ടി വിട്. എന്താടോ? ഇപ്പോഴാണ് എനിക്ക് അപ്പന്റെ യഥാർത്ഥ പണി മനസ്സിലായത്. ട്രെയിനിൽ കാപ്പി കച്ചവടം അല്ലേ? ട്രെയിൻ നിർത്താൻ വേണ്ടി ചെയ്താ. ഇതേതായാലും കൊള്ളാം. ഇഷ്ടപ്പെട്ടു. അപ്പൊ എനിക്ക് പെണ്ണെ തരാമോ? തരാം. പ്രോഗ്രാം ഉറപ്പിക്കാമോ? പ്രോഗ്രാം നാവും പറഞ്ഞത് കല്യാണം ഉറപ്പിക്കാമോ? മിമിക്രി ഭാഷ. എഗ്രിമെന്റ് ചെയ്ത് അഡ്വാൻസ് ചെയ്യുന്നതിന് മുമ്പ്. എഗ്രിമെന്റ് എന്ന് പറഞ്ഞാല് മനസ്സിലായില്ലേ? വിവാഹ ഉടമ്പടി കരാർ. വിവാഹ എല്ലാം മിമിക്രി ചേർത്തേ പറയൂ. ശരി. ഐറ്റം കാണട്ടെ. ഐറ്റം അവൻ പറഞ്ഞില്ലേ? അത് പെണ്ണിനെയാ പറഞ്ഞ. പെണ്ണിനെ ഇവനെ ചവിട്ടി കൊല്ലാറായി. ഐറ്റം. ഞാൻ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാം. ഒറ്റ നിർബന്ധം എനിക്കുള്ളൂ. എന്താ? ഞാനും പെണ്ണും നല്ല ചേർച്ച ഉണ്ടായിരിക്കണം. നാട്ടുകാര് ഞങ്ങൾ രണ്ടുപേരും നടന്നു പോകുമ്പോ അയ്യേ എന്ന് പറയരുത്. ഒരിക്കലും ഉണ്ടാവില്ല. നല്ല ചേർച്ച. അത് മാത്രമേ ഉള്ളൂ. പൊന്നും പണം ഒന്നും എനിക്ക് പ്രശ്നമല്ല. ഓക്കെ. പക്ഷേ പ്രോഗ്രാം നന്നായിരിക്കണം. എന്റെ മോളായതുകൊണ്ട് പറയുകയല്ല, തറവാടിയാണ്, നാണം കുടുങ്ങിയാണ്. അതുകൊണ്ട് വേറെ വിളിച്ചു വിട്. ക്ഷമ ലാഗടിക്കുന്നു. മോളെ കമലു വാ. എവിടെ പെണ്ണെവിടെ? ഇവിടെ വന്നിട്ടുണ്ട്. എവിടെ? തൊട്ട് പറകില്ലേ? അതെ, ഇങ്ങോട്ട് വാ. വളർച്ച കൂടില്ല, ബുദ്ധി കുറവാ. ഇങ്ങോട്ട് വാ. പ്രായം കുറവാ. അയ്യോ ഈ കറുത്ത പെണ്ണിനെ എനിക്ക് വേണ്ട. കറുത്ത പെണ്ണോ? ആ കൂളിംഗ് ഗ്ലാസ് കൂട്ടോ. എന്റെ അമ്മേ, ഇതിനെ ഞാൻ എങ്ങനെ ഒന്ന് കെട്ടിപ്പിടിക്കും? ഒരു മിനിറ്റ്. ഇതെന്ത് കാണിക്കണേ? എന്താ കാണിക്കണേ? വീട്ടിൽ നിന്ന് അച്ഛൻ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു പെണ്ണിന്റെ ചുറ്റുപാടും ഒന്ന് നോക്കിയിട്ട് വരണം. ആണോ? എന്നിട്ട് എങ്ങനെയുണ്ട്? കുത്തബ് മീനാറിന് റൗണ്ട് അടിച്ച പോലെ ഉണ്ട്. ശരി. നിങ്ങൾ അച്ഛാ കറക്റ്റ് ആയിട്ട് പറയണം. മൂന്നാനെ പിന്നെ ഞഞ്ഞാ പിഞ്ഞാന്ന് പറയരുത്. ഇല്ല. ഞങ്ങൾ തമ്മിൽ ചേർച്ചയുണ്ടോ എന്ന് പറയണം. പറയാം. പിന്നെ വീട്ടിൽ ചെന്നിട്ട് അതും പറയരുത്. ഇല്ലില്ല. ഇങ്ങോട്ട് വാടി. എന്റെ അമ്മേ, നോക്ക് എങ്ങനെയുണ്ട്? ചേർച്ചയുണ്ടോ? എന്റെ പൊന്നെ, ഇത് കാണുമ്പോഴേ എനിക്ക് എന്റെ കുട്ടിക്കാലം ഓർമ്മ വരുന്നത്. അതെന്താ? ഈ മാവിൽ നിന്നും കണ്ണിമാങ്ങ വീണ് കിടക്കുന്നത് പോലെ. നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടാ. എന്തായാലും പ്രോഗ്രാം ഉറപ്പിക്കാൻ തീരുമാനിച്ചല്ലോ. കല്യാണം അതിൽ മാറ്റമില്ലല്ലോ. ഇല്ല. ചെറുതായിട്ടൊന്ന് ഇന്റർവ്യൂ ചെയ്തോട്ടെ. എടാ ചവിട്ടി ഞാൻ കൊല്ലും കേട്ടോ. ഇവൻ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ എന്നാന്നറിയോ? പെണ്ണും ചെറുക്കുന്നതിലും സംസാരിച്ചോട്ടെ. എന്റെ പഴയ കാലം ഒന്നുമല്ല, നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം. അതാ, അതിന് കുഴപ്പമില്ല. പോയിക്കോളൂ. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, തറവാടിയാണ്. അവള് മാറി ഇന്ന് സംസാരിക്കില്ല, അതാ പ്രശ്നം. അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. കണ്ടോ, തറവാടിയാണ്. ഞാൻ പറഞ്ഞില്ലേ? ചേട്ടാ, നമുക്ക് പരിയമ്പുറത്ത് പോയിരുന്നു സംസാരിക്കാം. ഇപ്പൊ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് എന്റെ കമ്മീഷന്റെ കാര്യത്തിൽ ഒരു കുറവ്. കമ്മീഷൻ ആരും നാം പേടിക്കണ്ട. അതിന് സ്ത്രീധനം തരുന്നതിന്റെ ഒപ്പം. എന്താ മോളെ? വടക്കമ്പാട്ടിലെ ചന്തു പോലെ വന്നല്ലോ. നിസാര കാര്യങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്റെ മോള് പേടിക്കാറില്ല. നീ എന്താ കാണിച്ചത്? ഞാനൊന്നും കാണിച്ചില്ല. നീ എന്താ ചെയ്തത്? ഞാനൊന്നും ചെയ്തില്ല. സത്യം പറയണം, നീ എന്താ ചെയ്തത്? ഞാൻ പറയാം. എന്തായാലും പ്രോഗ്രാം ഉറപ്പിക്കാൻ തീരുമാനിച്ചല്ലോ. കല്യാണം പ്രോഗ്രാമിന് മുമ്പ് ചെറുതായിട്ടൊന്ന് റിഹേഴ്സൽ ചെയ്ത് നോക്കിയതാ. Life, this is the one. Now isn't time to let's show. You see the power, car and shawl. You see the power, I do this. I'm not going.
तुमसे मिलने की तमन्ना है, प्यार का इरादा है और एक वादा है जानम। तुमसे मिलने की तमन्ना है, प्यार का इरादा है और एक वादा है जानम। जब भी हम मिले तो जमाना देगा अपना प्यार। ओ मेरी यार, ओ मेरी यार, तुमसे मिलने की तमन्ना है, प्यार का इरादा है और एक वादा है जानम। പാവാട വേണം, വേലാട വേണം, പാവാട വേണം, വേലാട വേണം, പഞ്ചാര പനങ്കിളിക്കേ ഇക്കാട്ടെ കരളെ ഉമ്മാന്റെ കൊരുളെ മുത്താട് നീ നമുക്ക്. പാവാട വേണം, വേലാട വേണം, പഞ്ചാര പനങ്കിളിക്കേ ഇക്കാട്ടെ കരളെ ഉമ്മാന്റെ കൊരുളെ മുത്താട് നീ നമുക്ക്, മുത്താട് നീ നമുക്ക്. കുയിലിനെ തേടി, കുയിലിനെ തേടി കുതിച്ചു പായും മാല, കുപ്പായക്കാര, കുപ്പായക്കാര, ഒരു കുയിലിനെ തോന്നിക്കാം, ഞാനൊരു കിന്നാരം തോന്നിക്കാം. കുയിലിനെ തേടി, കുയിലിനെ തേടി കുതിച്ചു പായും മാല, പട്ടുകുപ്പായക്കാര, കുപ്പായക്കാര, നിന്നോട് ഞാനൊരു കിന്നാരം ചോദിക്കാം, കിന്നാരം ചോദിക്കാം. अच्छा कहिए बच्चा अटरागा बोला दिले, अच्छा कहिए बच्चा अटरागा बोला दिले, परसु यंदाल सुरसु यंदाल सुरसु यंपेलना अच्छा कहिए बच्चा अटरागा बोला दिले, अच्छा कहिए बच्चा रात नशीले मस्त समा है, आज नशे में सारा जहां है। आए शराबी मौसम बह जाए, रूप तेरा मस्ताना, जादू मेरा दीवाना, भूल कोई हमसे ना हो जाए। रूप तेरा मस्ताना, जादू मेरा दीवाना, भूल कोई हमसे ना हो जाए. കൂടി തോട്ട് വരമ്പ പോകുമോ, തോട്ട് വരമ്പത്തോറ് ചക്കത്തുണ്ടൻ
കായൽ